നോബൽ പ്രൈസിന് തുല്യമായിട്ടുള്ള പ്രൈസാണ് ഫീൽഡ് പ്രൈസ്. ആ ഫീൽഡ് പ്രൈസ് നേടിയിട്ടുള്ള മഞ്ജുൾ ഭാർഗവയുടെ ഒരു പ്രസംഗം കേൾക്കാൻ. അപ്പോൾ മഞ്ജുൾ ഭാർഗവ പറഞ്ഞത് അദ്ദേഹം ഫോറിനിലാണ് റിസർച്ച് വളർന്നതും അവിടെയാണ്, ജനിച്ചതും അവിടെ. അദ്ദേഹം നടത്തിയ പല ഗണിത ശാസ്ത്രത്തിലെ പല സൂത്രങ്ങളും അദ്ദേഹത്തിന്റെ മുത്തശ്ശന്റെ അൽമാരയിലുള്ള ഗ്രന്ഥങ്ങളിൽ അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് 2 ആഴ്ച മുമ്പാണ് AICTE ആ സെമിനാർ ഉണ്ടായത്. അപ്പോൾ ഞാനും അറ്റൻഡ് ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം കണ്ട പല ഗണിതശാസ്ത്ര സത്യങ്ങളും അദ്ദേഹത്തിന്റെ മുത്തശ്ശന്റെ അലമാരയിലുണ്ടായിരുന്ന ഗ്രന്ഥങ്ങൾ, പലതുമായിട്ടുള്ള ഓല ഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ പഴയ വളരെ പുരാതനമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ സംസ്കൃതത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ രാമാനുജാചാര്യൻ, ശ്രീനിവാസ രാമാനുജൻ നമുക്കറിയാം. രാമാനുജൻ പറഞ്ഞു കഴിഞ്ഞാൽ രാമാനുജൻ അദ്ദേഹം പ്രൊഫസർ പാടി അദ്ദേഹത്തെ കൊണ്ടുപോയി അദ്ദേഹത്തിന് റോയൽ സൊസൈറ്റി, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആദ്യത്തെ ജേർണൽ പബ്ലിഷ് ചെയ്ത് റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടൻ ആദ്യത്തെ ജേർണൽ പബ്ലിഷ് ചെയ്തത്. പക്ഷേ രാമാനുജൻ 1900 ആ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് റോയൽ സൊസൈറ്റി ഫെലോഷിപ്പ് കൊടുത്തിട്ടുണ്ട്, മെമ്പർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. വളരെ ചുരുക്കം ആൾക്കാർക്ക് ആ കാലഘട്ടത്തിൽ ഫെലോ ഓഫ് റോയൽ സൊസൈറ്റി, FRS എന്ന് പറഞ്ഞാൽ വലിയൊരു അറിവിന്റെ ഒരു മൂർധന്യത്തിലെ പണ്ടത്തെ ജ്ഞാനപീഠം, സർവജ്ഞപീഠം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു പൊസിഷനാണ്. അപ്പൊ രാമാനുജൻ തന്നെ, ശ്രീനിവാസ രാമാനുജൻ തന്നെ അദ്ദേഹത്തിന്റെ പ്രൊഫസറോട് എല്ലാവരോടും പറഞ്ഞത് അദ്ദേഹത്തിന് വരുന്നതിന് മുമ്പ് ഒരുപാട് ശാസ്ത്രജ്ഞർ, ഇവൻ ന്യൂട്ടനോ മറ്റുള്ളവരോ ഒക്കെ കണ്ടുപിടിച്ച പല ഇക്വേഷൻസും അദ്ദേഹം സ്വയം കണ്ടുപിടിച്ചിട്ടുണ്ട്. അദ്ദേഹം ന്യൂട്ടന്റെ ഡോക്യുമെന്റ്സ് വായിച്ചില്ല, മറ്റ് സയന്റിസ്റ്റ് പബ്ലിഷ് ചെയ്ത ഗ്രന്ഥങ്ങളൊന്നും വായിക്കാതെ തന്നെ അദ്ദേഹത്തിന്റെ നോട്ട് ബുക്കിൽ അദ്ദേഹത്തിന് കുറിച്ച് വെച്ച പലതും, ചിലത് അദ്ദേഹം ലോകത്തിന് തന്നെ പുതിയ സംഭാവന, ചില കാര്യങ്ങള് മറ്റ് ശാസ്ത്രജ്ഞന്മാരെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷെ ഇദ്ദേഹം അറിഞ്ഞിട്ടില്ല. കാരണം ഇദ്ദേഹം അതൊന്നും വായിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ നോട്ട് ബുക്കിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന് ചോദിച്ചു എങ്ങനെയാണ് ഇതൊക്കെ കിട്ടുന്നത്. അദ്ദേഹം പറഞ്ഞു എന്റെ ഗുരുദൈവം എനിക്കെല്ലാം കാണിച്ചു തരുന്നു, അമ്മ കാണിച്ചു തരുന്നത്. ശ്രീനിവാസ രാമാനുജൻ പറഞ്ഞിട്ടില്ല, എനിക്കെല്ലാം ദർശനമായിട്ട് ദേവിയിൽ നിന്ന് കിട്ടുന്നത് എന്നാണ് ശ്രീനിവാസ രാമാനുജൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സത്യം ഇവിടെ തന്നെയുണ്ട്. നമ്മളെ ഇന്റലക്റ്റിന് ക്ലിയറായി വെച്ച് കഴിഞ്ഞാൽ പല സത്യങ്ങളും നമ്മളൊരു മാധ്യമമായിട്ട് നമ്മളിലൂടെ തന്നെ പുറത്തോട്ട് പ്രകടമാവണം. അപ്പോൾ മഞ്ജുൾ ഭാർഗവ നടത്തിയ സെമിനാറിൽ അദ്ദേഹം സൂചിപ്പിച്ച ചില കാര്യങ്ങൾ ഞാനത് റീപ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ ഭാരതം ലോകത്തിന് അല്ലെങ്കിൽ ഗണിതശാസ്ത്രത്തിന് നൽകിയ സംഭാവന എന്താണ്? സീറോ കോൺട്രിബ്യൂഷൻ. ഭാരതത്തിന്റെ ഗണിതശാസ്ത്രത്തിനുള്ള സംഭാവന വട്ടപൂജ്യമാണ്, അല്ലെ? ഭാരതത്തിന്റെ ഗണിതശാസ്ത്രത്തിനുള്ള സംഭാവന വട്ടപൂജ്യമാണ്. പൂജ്യം തന്നെയാണ് ഏറ്റവും വലിയൊരു ഭാരതത്തിന്റെ ഗണിതശാസ്ത്രത്തിനുള്ള സംഭാവന. പൂജ്യം പറഞ്ഞാൽ പൂജ്യം എന്ന ഐഡിയ, ദ കൺസെപ്റ്റ് ഓഫ് ശൂന്യ, ദാറ്റ് ഈസ് വൺ തിങ്. അതിനുശേഷം ആര്യഭട്ട പൂജ്യം പലപ്പോഴും അതിനെ ഒരു പൊസിഷനിൽ ഉപയോഗിച്ചു. ബ്രഹ്മഗുപ്ത ഡിജിറ്റില് പൂജ്യത്തെ ഒരു ഡിജിറ്റായിട്ട് ആദ്യം കണ്ടുപിടിച്ചത് ബ്രഹ്മഗുപ്തനാണ്. ബ്രഹ്മഗുപ്തൻ അതായത് 600 AD കാലഘട്ടത്തിൽ പൂജ്യത്തെ ഒരു സംഖ്യയായിട്ട് പരിഗണിച്ചു. ഇവൻ നെഗറ്റീവ് നമ്പേഴ്സ് നമുക്കറിയാം. നമ്പർ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ലൈൻ 1, 2, 3 നെഗറ്റീവ് നമ്പേഴ്സ്, -2, -3, ഈ നെഗറ്റീവ് നമ്പേഴ്സും ബ്രഹ്മഗുപ്തന്റെ സംഭാവനയാണ്, ബ്രഹ്മഗുപ്തനെയാണ്. അതുപോലെ സീറോയെ, പൂജ്യത്തെ ഒരു സംഖ്യയായിട്ട് അംഗീകരിച്ചതും ബ്രഹ്മഗുപ്തനാണ്. അപ്പോൾ പൂജ്യം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കോൺട്രിബ്യൂഷൻ ഫ്രം ഇന്ത്യ. പിന്നെ പറഞ്ഞതുപോലെ ഇന്ത്യൻ ന്യൂമറൽ സിസ്റ്റം. ഇപ്പൊ എന്ത് സംഖ്യ എഴുതണമെങ്കിലും, ഇപ്പോൾ 1018 എഴുതണമെങ്കിൽ ഇത് 1, 2, 1, 8
ഇപ്പോൾ ചെറിയ കുട്ടികളോട് ഇത് വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ 1 മുതൽ 9 വരെ വായിക്കാൻ അറിയെങ്കിൽ അവർ 1, 2, 1 വെച്ചു. ഇതിന് 1218 എന്ന് വായിക്കില്ല. അപ്പം ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ 1218 എന്ന് ഇതിനെ കൊണ്ടുവന്നത്. അപ്പം ഇതിൻ്റെ മൂല്യം ഇത് മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് 100, ഇത് 1000. ഇത് കൊണ്ടുപോകുന്നത് ക്രമമുണ്ട്. ഇന്ത്യൻ ന്യൂമറൽ സിസ്റ്റം. ഇതാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ മഹത്തായ കോൺട്രിബ്യൂഷൻ. ഇത് എത്രയോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ലോകത്തിൽ. പിന്നെയുള്ളത് പൈത്തഗോറസ് തിയറാണ്. പൈത്തഗോറസ് തിയറം, ബൗധായന ശുൽബസൂത്രത്തിലുള്ള പൈത്തഗോറസ് തിയറം. ബൗധായന ശുൽബസൂത്രത്തിലെ പൈത്തഗോറസ് തിയറം നമുക്കറിയാം. ഇത് എ സി ആണെങ്കിൽ ഇത് നമ്മൾ അറിയപ്പെടുന്നത് പൈത്തഗോറസ് തിയറം എന്നുള്ള രീതിയിലാണ്. ഇത് ബൗധായന ശുൽബസൂത്രത്തിൽ ഓൾറെഡി ഉണ്ട്. അതായത് 800 BC 800 BC കാലഘട്ടത്തിൽ ഇപ്പോൾ 800 BC കാലഘട്ടത്തിലെ ബൗധായന ശുൽബശാസ്ത്രത്തിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത്. അതിൽ പൈത്തഗോറസ് തിയറം എന്നാണ് നമ്മളിപ്പോൾ അറിയുന്നത്. പക്ഷെ അതിലൊരു സംസ്കൃത ശ്ലോകത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു മലയാളം ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോപ്പ് സ്ട്രെച്ച്ഡ് അലോങ് ദ ഡയഗണൽ. ഇതിനെ ഡയഗണലിനോട് കൂടി ഒരു കയറെടുത്ത് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് പ്രൊഡ്യൂസ് എൻ ഏരിയ വിച്ച് ദ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ സൈഡ്സ് മേക്ക് ടുഗദർ. അപ്പം അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ സൈഡും ഉണ്ടാക്കുന്നതിൻ്റെ സമ്മായിരിക്കും. കാരണം ഇതൊരു സ്ക്വയർ ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ സമചതുരാണെങ്കിൽ ഇത് എ, ഇതൊരു സമചതുരാണെങ്കിൽ ഇത് ബി, ഇത് ബി, ഇതും ഒരു സമചതുരായിട്ട് എടുക്കുകയാണെങ്കിൽ സി. ഈ സമചതുരത്തിന്റെ ഏരിയ ഇതിന്റെ ഏരിയയുടെയും വിസ്തീർണത്തിന്റെയും സമ്മായിരിക്കും. അതാണ് ഈ സമചതുരത്തിന്റെ ഏരിയ ആണ് സി സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ശുൽബസൂത്രത്തിൽ സ്ട്രേറ്റ് ഫോർവേഡ് സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നല്ല പറയുന്നത്. അവർ സംസ്കൃതത്തിൽ ശ്ലോക രൂപേണ പറഞ്ഞു, ഇങ്ങനെ ഒരു സമചതുരം ഉണ്ടെങ്കിൽ ഇതിന്റെ വിസ്തീർണത്തിന്റെയും ആകത്തുകയായിരിക്കും ഇതിന്റെ വിസ്തീർണം. അപ്പൊ അവർ പലപ്പോഴും ഇതൊക്കെ ഉപയോഗിച്ചത് അവരുടെ ഹോമകുണ്ഡങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സൂത്രങ്ങൾ അവർ ഉപയോഗിച്ചത്. അപ്പൊ ഇതിന്റെ വിസ്തീർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സി ആണ്, ഈ ലെങ്ത് സി ആണെങ്കിൽ സി സ്ക്വയർ, ഇതിന്റെ വിസ്തീർണം പറഞ്ഞാൽ എ സ്ക്വയർ, ഇതിന്റെ വിസ്തീർണം എ സ്ക്വയർ. സോ സി സ്ക്വയർ ബിക്കം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇത് 800 BC. ഇതാണ് 500 BC പൈതഗോറസ് പറഞ്ഞു എന്ന രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ പൈതഗോറസ് ചിലപ്പോൾ ഇന്ത്യയിൽ നിന്ന് പഠിച്ചതാവാം, സ്വയം കണ്ടുപിടിച്ചതാവാം. പക്ഷെ ഇന്ത്യയിൽ ഈ ശുൽബസൂത്രത്തിൽ ഓൾറെഡി പൈതഗോറസ് തിയറം നമ്മൾ പഠിച്ച തിയറം സിദ്ധാന്തം ഓൾറെഡി ശുൽബസൂത്രത്തിലുണ്ട്. അതിപ്പോഴും അത് അക്യുറേറ്റ് ആണ്. കാരണം മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഇത് അക്യുറേറ്റ് ആണ്. ബിക്കോസ് ഇറ്റ് കനോട്ട് ചേഞ്ച്. അതുപോലെ നമുക്കറിയാം സൈൻ കൊസൈൻ ഫംഗ്ഷൻ. ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ആംഗിൾ തീറ്റയാണ്. ഇത് ആര്യഭട്ടന്റെ സംഭാവനയാണ്. സൈൻ കൊസൈൻ ഫംഗ്ഷൻസ് ആര്യഭട്ടന്റെ സംഭാവനയാണ്. ആര്യഭടീയത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് സൈൻ കൊസൈൻ ഫംഗ്ഷൻസും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കുന്നില്ല. അതുപോലെ നെഗറ്റീവ് നമ്പേഴ്സ് ബ്രഹ്മഗുപ്തന്റെ ബ്രഹ്മസ്ഫുട സിദ്ധാന്ത 628 AD അതുപോലെ ഈ സൈൻ ഫംഗ്ഷൻ ആര്യഭട്ട 510
AD യിലാണ് ആര്യഭട്ടൻ സൈൻ കൊസൈൻ ഫംഗ്ഷൻസ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇതാണ് നമ്മൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ സൊല്യൂഷനായിട്ട് നമ്മൾ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ പഠിച്ചിട്ടുള്ളത്, ഇതിന്റെ സൊല്യൂഷൻ ഇറ്റ് ക്യാൻ ബി മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ മൈനസ് 4ac/2a ആണ് ഇതിന്റെ സൊല്യൂഷൻ. സൊല്യൂഷൻ x1 ഇത് മൈനസ് ബി പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a ആവാം, മൈനസ് ബി മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 2ac/2a ആവാം. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷനും വളരെ വ്യക്തമായിട്ട് ബ്രഹ്മസ്ഫുട സിദ്ധാന്തം 628 ഉണ്ടോ? അപ്പൊ ഈ ബ്രഹ്മഗുപ്തന്റെ ബ്രഹ്മസ്ഫുട സിദ്ധാന്തത്തില്, കാരണം പണ്ടുള്ള പല വർക്കുകളും ആ രചിച്ച ആളുടെ, ആ കൃതി രചിച്ച ആളുടെ പേരിലാണ് ആ ഗ്രന്ഥങ്ങൾ അറിയപ്പെട്ടത്. ആര്യഭട്ടന്റെ, അതുപോലെ ബ്രഹ്മസ്ഫുട സിദ്ധാന്തം ബ്രഹ്മഗുപ്തന്റെ, അതിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ വളരെ വ്യക്തമായിട്ട് ശ്ലോക രൂപേണ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാൻ പൈന്റെ വാല്യൂ പറഞ്ഞു. പൈന്റെ വാല്യൂ മാധവാചാര്യ വന്നിട്ടുള്ളത്, പൈന്റെ വാല്യൂ തന്നിട്ടുള്ളത് പൈ ഈസ് ഈക്വൽ ടു 4 × 1 മൈനസ് 1/3 പ്ലസ് 1/5 മൈനസ് 1/7 അങ്ങനെ. അപ്പൊ ഇത് വളരെ ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള പൈക്കുള്ള വാല്യൂ ആണ്. ഇതിങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് അത്ര ഡെസിമൽ വാല്യൂ വരെ വേണം. വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള പൈന്റെ വാല്യൂ എന്ന മാധവാചാര്യ ഏകദേശം 1110 AD-യിലാണ് മാധവാചാര്യ. അദ്ദേഹം കേരളത്തിലായിരുന്നു, കേരളത്തിൽ. അപ്പൊ ഗണിതശാസ്ത്രത്തിലുള്ള വളരെ കുറച്ച് സംഭാവനകൾ മാത്രം ഞാൻ ഹൈലൈറ്റ് ചെയ്തായിരുന്നിട്ട് തന്നെ പറഞ്ഞതാണ്. പിന്നെ കാരണം നമ്മൾ ജ്യോതിഷം എന്ന് പറയുമ്പോൾ ജ്യോതിഷവും ഗണിതവും ഒരിക്കലും നമുക്ക് വേർപെടുത്താൻ പറ്റില്ല. ജ്യോതിഷം എന്ന് പറയുമ്പോൾ ഗണിതം അതിൻ്റെ തന്നെ ഭാഗമാണ്, നമുക്ക് ഒരിക്കലും വേർപെടുത്താൻ പറ്റില്ല. അപ്പോൾ ആസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സ് ദേ ആർ ആക്ച്വലി വൺ. കാരണം ഗണിതമില്ലാതെ ആസ്ട്രോണമി ഇല്ല. അപ്പൊ ആസ്ട്രോണമിയുടെ തന്നെ, ജ്യോതിഷത്തിന്റെ തന്നെ ഒരു ഭാഗമാണ് ഗണിതവും. അപ്പൊ ഈ ഗണിതശാസ്ത്രത്തിന് അതുല്യമായ സംഭാവനകളാണ് ഭാരതത്തിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാർ നൽകിയിട്ടുള്ളത്. അത് നമ്മുടെ വൈദിക ഗ്രന്ഥങ്ങളും വേദശാസ്ത്രങ്ങളും അതിനുശേഷം വന്നിട്ടുള്ള പല ആചാര്യന്മാരും വേദത്തെ ആധാരമാക്കിയിട്ട് അവർ തന്നെ അതിനുള്ള ഉപപത്തി ഉണ്ടാക്കി, അവർ തന്നെ കൺവിൻസ് വീണ്ടും അതിനെ കുറച്ചും കൂടി റിഫൈൻ ചെയ്ത് അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മറ്റ് സംഭാവനകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കലണ്ടർ, നമ്മൾ ഉപയോഗിക്കുന്ന പല കലണ്ടറുകളായാലും പഞ്ചാംഗങ്ങളായാലും
നമ്മളെ ഭാരത വൈദിക ശാസ്ത്രങ്ങൾ നൽകിയിട്ടുള്ള സംഭാവനകൾ. അതുപോലെ വേദാന്ത ജ്യോതിഷം ഞാൻ പറഞ്ഞു ഏകദേശം 1350 BC-യിലാണ് അത് ഡോക്യുമെന്റായിട്ട് പ്രചാരത്തിൽ വന്നത്. വേദാന്ത ജ്യോതിഷം അത് കമ്പ്യൂട്ടേഷൻ ഓഫ് തിഥി, നക്ഷത്രം തിഥി, അതെല്ലാം സൂര്യന്റെയും ചന്ദ്രന്റെയും മൂവ്മെന്റിനെ ആശ്രയിച്ചിട്ടുള്ളതാണ്. ഈ സൂര്യന്റെയും ചന്ദ്രന്റെയും മൂവ്മെന്റിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ പല നക്ഷത്രങ്ങളായാലും തിഥി ആയാലും നമ്മളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. നമുക്ക് തന്നെ സോളാർ കലണ്ടറുണ്ട്, ലൂണാർ കലണ്ടറുണ്ട്. അതായത് സൂര്യനെ ആശ്രയിച്ചിട്ടുള്ള കാലഗണനയുണ്ട്, അതേപോലെ ചന്ദ്രനെ ആശ്രയിച്ചിട്ടുള്ളതുണ്ട്. നമ്മളിപ്പോൾ കേരളത്തിൽ കൂടുതലും നമ്മൾ മേഷരാശിയിൽ സൂര്യൻ പ്രവേശിക്കുമ്പോൾ, അതായത് വിഷു ആയതുകൊണ്ട് നമ്മുടെ സോളാർ ഇയർ തുടങ്ങും. അതിനു മുമ്പുള്ള വിഷു എന്ന് പറഞ്ഞാൽ ഇക്വിനോക്സ് ആണ്. ഏകദേശം അതായത് രാത്രിയും പകലും ഏകദേശം ഒരുപോലെ എന്നാണല്ലോ പറയാം വിഷു കാലം എന്ന് പറഞ്ഞാൽ ഇക്വിനോക്സ്. അപ്പൊ ആ ഇക്വിനോക്സിന്, അതായത് സൂര്യൻ മേഷരാശിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പുള്ള അമാവാസ്യക്ക് ശേഷമുള്ള പ്രതിപദം, അത് തൊട്ടാണ് ചാന്ദ്ര മാസം പ്രകാരമുള്ള ലൂണാർ ഇയർ തുടങ്ങുക. അതിനെ യുഗാദി എന്നുള്ള രീതിയിൽ ചില സ്ഥലങ്ങളിൽ ആഘോഷിക്കും. പക്ഷേ നമ്മളിപ്പോൾ നേപ്പാളിലുള്ളവർ ഫോളോ ചെയ്യുന്നത് നമ്മൾ കേരളത്തിൽ ഫോളോ ചെയ്യുന്ന അതേപോലെയാണ്. കാരണം ഞാൻ കാൺപൂർ പഠിക്കുന്നത് അവിടെ നേപ്പാളിൽ നിന്ന് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 1-ാം തീയതിയൊക്കെ നമ്മളെ വിളിച്ച് അവരോട് പറയുമ്പോൾ അവരും പറയും അവരുടെയും ഇന്ന് 1-ാം തീയതിയാണ്, അവരുടെയും പുതിയ വർഷം തുടങ്ങുകയാണ്. അവരും സോളാർ ഇയറാണ് അവരും പിന്തുടരുന്നത്. പക്ഷെ മറ്റ് ഉത്തരഭാരതത്തിൽ പല സ്ഥലത്തും അവർ പിന്തുടരുന്നത് ലൂണാർ ഇയറാണ്, ചാന്ദ്രമാസം ആധാരമാക്കിയിട്ടാണ് അവർ പിന്തുടരുന്നത്. അതുപോലെ പരാശര സംഹിത, പിന്നെ വൃദ്ധഗർഗ സംഹിത, ഇതെല്ലാം 600 BC-ക്ക് മുമ്പുള്ളതാണ്. പിന്നെ ശുൽബസൂത്ര നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു, ഏകദേശം 800 to 200 BC-യിലെ ശുൽബസൂത്രാസ്. അതെല്ലാം ജോമെട്രിയാണ്. ശുൽബസൂത്രാസിൽ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തെല്ലാം ജോമെട്രിയാണ്. അതായത് മാത്തമാറ്റിക്സിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ജോമെട്രി. അത് കൂടുതലും അവർ ഉപയോഗിച്ചത് കയർ ഉപയോഗിച്ചിട്ട് പലപ്പോഴും ഹോമകുണ്ഡങ്ങളും മറ്റ് യാഗത്തിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ജോമെട്രി ആശ്രയിച്ചത്. അപ്പൊ വേദാംഗ ജ്യോതിഷത്തെ കുറിച്ചിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു. യഥാശിഖാ മയൂരാണാം നാഗാനാം മണയോ യഥാ തത് വേദാംഗ ശാസ്ത്രാണാം ജ്യോതിഷം മൂർധനി സ്ഥിതം. അപ്പൊ വേദാംഗ ശാസ്ത്രങ്ങളിൽ വെച്ചിട്ട് ജ്യോതിഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കണക്കാക്കപ്പെട്ടുള്ളത്. കാരണം നമ്മളെ ഈ ഗ്രഹനിലകളും, കാരണം നമ്മളെ കലണ്ടറും, നമ്മളെ ദിവസവും മുഹൂർത്തങ്ങളും, അതുപോലെ ഗണിത ശാസ്ത്രത്തിൽ സംബന്ധമായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ ആവശ്യം വരുന്ന എല്ലാം നമ്മൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വേദാംഗ ശാസ്ത്രം ജ്യോതിഷമാണ്. ഒരുപാട് നമുക്ക് ഭാഷകാരന്മാര് ജ്യോതിഷത്തെ കുറിച്ച് പ്രശംസിച്ചിട്ട് അവരുടെ എല്ലാം കൃതികളിൽ ജ്യോതിഷത്തിന്റെ പ്രാധാന്യത്തെ എടുത്തു കാണിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. ഭാസ്കരാചാര്യ 2 ഏകദേശം 1150 AD-യിലാണ് രണ്ടാമത്തെ ഭാസ്കരാചാര്യ ലീലാവതി എഴുതിയ ഭാസ്കരാചാര്യന്റെ ജീവിതകാലം. അദ്ദേഹവും പറഞ്ഞിട്ടുള്ളത് വേദാസ്താവത് യജ്ഞകർമ്മ പ്രവൃത്ത യജ്ഞാ പ്രോക്താസ്തേതു കാലാശ്രയേണ ശാസ്ത്രാദസ്മാത് കാലബോധോ യതസ്യാത് വേദാംഗത്വം ജ്യോതിഷസ്യോക്തസ്മാത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് യജ്ഞങ്ങൾ ചെയ്യുന്നത് കാലത്തിനനുസരിച്ചിട്ടായിരിക്കണം. കാലത്തെ മനസ്സിലാക്കുന്നത് കാലബോധത്തിൽ നിന്നാണ്. ആ കാലബോധത്തിന് നമ്മൾക്ക് ആധാരമാക്കാനുള്ളത് ജ്യോതിഷ വേദാന്ത ശാസ്ത്രമാണ്. അപ്പോൾ ഭാസ്കരാചാര്യർ എന്ന് പറഞ്ഞാൽ അധികം പഴക്കമുള്ളതല്ല. 1150 ഏകദേശം 1150 1000 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഗണിതശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹവും എത്രയോ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള വേദാന്ത ജ്യോതിഷത്തിന്റെ പ്രാധാന്യത്തെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആചാര്യന്മാര്, ഒരുപാട് നമ്മളിപ്പോൾ പിന്നീട് വന്നിട്ടുള്ള ആര്യഭട്ടൻ, വരാഹമീരൻ, മാധവാചാര്യൻ, ഭാസ്കരാചാര്യർ, ഇവരെല്ലാവരും വേദാംഗമായിട്ടുള്ള ജ്യോതിഷത്തിന്റെ പ്രാധാന്യം അവരുടെ കൃതികളിൽ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും വൈദിക കാലഘട്ടത്തിൽ മുതലുള്ള നമ്മുടെ ശാസ്ത്രത്തിന്റെ ആ ഒരു പൂർണ്ണതയും പ്രാധാന്യവും. കാരണം പിന്നീട് വന്നിട്ടുള്ള ആചാര്യന്മാരൊക്കെ അതിൽ പല പുനഃപരിശോധനകൾ നടത്തിയെങ്കിലും അവരൊരിക്കലും വേദങ്ങളെ തള്ളിക്കളഞ്ഞിട്ടില്ല. അതിൽ എല്ലാ സത്യവും അതിനെ ആധാരമാക്കിയിട്ടാണ് അതിൽ നിന്ന് പ്രചോദനം. കാരണം അത് അപൗരുഷയങ്ങളാണെന്നാണ് പറയാം. അപ്പൊ എന്തെന്നില്ലാതെ ജ്ഞാനത്തിൻ്റെ ഒരു കലവറ
അതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഓരോ ജ്ഞാനത്തിന്റെ മണികൾ പെറുക്കിയെടുക്കാനുള്ള ശ്രമമാണ് പിന്നീട് വന്നിട്ടുള്ള ആചാര്യന്മാര് സ്വന്തം പ്രയത്നത്തിലൂടെയും തപസ്സിലൂടെയും ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇന്ത്യൻ കലണ്ടർ ഞാൻ പറഞ്ഞു, നമ്മള് സോളാർ കലണ്ടർ ഉണ്ട്, അതുപോലെ ലൂണാർ കലണ്ടർ ഉണ്ട്. ഏകദേശം 365.2563 അതാണ് സോളാർ ഇയർ എന്ന് പറയുന്നത്. ലൂണാർ ഇയർ ഏകദേശം 365.242119. അപ്പൊ അതൊരു 5 ഇയർ സൈക്കിളായിട്ടാണ് പണ്ട് 5 ഇയർ യുഗ സൈക്കിളായിട്ടാണ് വേദാംഗ ജ്യോതിഷത്തിൽ കാലഗണന നടത്തിയിരുന്നത്. നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ ഒരു കൊല്ല 5 ഇയർ സർക്കിൾ, അതായത് 62 30 സിനിയോഡിക് പീരീഡ്സ് എന്ന് പറഞ്ഞാൽ 30 തിഥികൾ ഉണ്ടല്ലോ. പ്രതിപദം തൊട്ട് പൗർണമി വരെ, പിന്നെ അവിടുന്ന് വീണ്ടും അമാവാസ്യ വരെ, അങ്ങനെയുള്ള 30 തിഥികൾ 62 എണ്ണം കൂടിയാൽ ഏകദേശം 1830. ഇതില് ഏകദേശം 1800. ഇതിൽ 30 വരില്ല, കാരണം പലപ്പോഴും 29 പോയിന്റ് സംതിങ് ആണ് വരിക. ഏകദേശം 1830 ദിവസങ്ങൾ കിട്ടും. ഏകദേശം 5 കൊല്ലം, അതായത് 5 × 365, ഏകദേശം 5 കൊല്ലം. അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ 27 നക്ഷത്രങ്ങളുടെ ഗണനയാണ് നോക്കുന്നതെങ്കിൽ 27 നക്ഷത്രങ്ങളുടെ ഗണനയാണ് നോക്കുന്നതെങ്കിൽ 27 × 67, അങ്ങനെയുള്ള 67 1830, ഏകദേശം 5 ഇയർ. ഇത് രണ്ടും ഏകദേശം 5 കൊല്ലത്തിന് സമാനമാണ്. അപ്പൊ 5 കൊല്ലം കൂടുന്ന ഒരു സൈക്കിളാണ് വേദാന്ത ജ്യോതിഷയുടെ കാലഘട്ടത്തിൽ അവർ ആദ്യം ഉപയോഗിച്ചിരുന്നത്. പിന്നെ അവർ അതിൻ്റെ പല പഠനങ്ങളും പിന്നീട് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും വേരിയേഷനും. പഴയ കലണ്ടറും നോർത്ത് ഇന്ത്യയിൽ, അതായത് ഉത്തര ഭാരതത്തിൽ, അല്ലെങ്കിൽ പാടലീപുത്രം, ഇപ്പോഴത്തെ പട്ന, അല്ലെങ്കിൽ പണ്ട് കുസുമാപുര എന്ന് പറഞ്ഞിട്ടുള്ള ആര്യഭടന്റെ സമയത്ത് ആര്യഭടൻ കുസുമാപുരം പാടലീപുത്രത്തിലാണ് അദ്ദേഹത്തിന്റെ രചനകൾ നിർവഹിച്ചിട്ടു എന്നൊക്കെ ചരിത്രകാരന്മാരെ പറയുന്നുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കലണ്ടർ ആണെന്ന് പറയും. അപ്പൊ ആ കലണ്ടർ എത്രത്തോളമാണ് ഇവിടെ അപ്ലിക്കബിൾ ആണ് എന്ന് നമുക്ക് അറിയില്ല. ഭാരതത്തിന്റെ ഭൂപ്രദേശത്തിന്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ രാവും പകലും ഏകദേശം ഒരേപോലെയാണ്. നമുക്ക് നേരെ മറിച്ച് കാനഡയിലൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നോർവേയിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചില രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ചിലർക്ക് മാസങ്ങളോളം അവർക്ക് സൂര്യനെ കാണാൻ തന്നെ പറ്റില്ല. ചില സ്ഥലങ്ങളിൽ ഒരുപാട് നേരം, അവർക്ക് രാത്രി വളരെ കുറച്ചേ ഉണ്ടാവും. നമ്മുടെ ഭൂപ്രദേശത്തിൻ്റെ ഒരു മഹാത്മ്യം തന്നെയാണ്. നമുക്ക് ഏകദേശം രാത്രിയും പകലും ഒരു ഏകദേശം ഒരേ ദൈർഘ്യമാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യയിലുള്ള കലണ്ടർ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ ഉപയോഗിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പഞ്ചാംഗത്തിന്റെ ഗണനയിലൊക്കെ അത് നിങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ അറിയാം. പഠനം നടന്ന് നിങ്ങൾക്ക് ചില തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ അത് ചെയ്യേണ്ടതാണ്. അതുപോലെ വേദാന്ത ജ്യോതിഷത്തില് സ്വർഭാനു എന്ന പേരിലാണ്, അതിനാണ് പിന്നീട് വരാഹമിഥുനം രാഹു കേതു എന്ന രീതിയിൽ പ്രസന്റ് ചെയ്തത്. നമ്മളിപ്പോൾ ഇതാണ് ഭൂമിയെങ്കിൽ ഇത് ഭൂമിയാണ്. ഭൂമി അങ്ങനെ സ്വന്തം ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ചന്ദ്രന്റെ ഓർബിറ്റ്, ഇതാണെങ്കിൽ ചന്ദ്രന്റെ ഓർബിറ്റ് ഇതാണ്. സൂര്യന്റെ ഓർബിറ്റ് ഇതുമാണെങ്കിൽ ഇത് ചന്ദ്രൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇത് മൂൺ, ഇത് ഭൂമി. അതുപോലെ സൂര്യൻ, ഇത് സൂര്യൻ, സൺ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഒരു ഡിസെൻഡിങ് നോഡും ഉണ്ട്, അസെൻഡിങ് നോഡും ഉണ്ട്. അപ്പോഴാണ് ചന്ദ്രനും സൂര്യനും ഈ ഭ്രമണപഥത്തിൽ ചന്ദ്രനും സൂര്യനും ഭൂമിയും ഒരേ നേർരേഖയിൽ വരുമ്പോഴാണല്ലോ നമുക്ക് ഗ്രഹണം ഉണ്ടാകുന്നത്. ഈ ഡിസെൻഡിങ് നോഡിനെയാണ് നമ്മളിപ്പോൾ കേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രഹമാണ്. നമ്മൾ നവഗ്രഹ പൂജ നടത്തുമ്പോൾ കേതുവിന് ഒരു രൂപമുണ്ട്, രാഹുവിന് ഒരു രൂപമുണ്ട്. ആ രൂപത്തെ നമ്മൾ സങ്കല്പിച്ച് ആരാധിക്കാറുണ്ട്. അത് നമ്മളൊരു സങ്കല്പമാണ്. പക്ഷെ വരാഹമിഹിരൻ അതിനെ കണ്ടത് ഈ ഡിസെൻഡിങ് നോഡാണ് കേതു. അതുപോലെ ഈ അസെൻഡിങ് നോഡാണ് രാഹു. അതിനെയാണ് നമ്മൾ കഥകളിലൂടെ രാഹു എന്ന അസുരൻ സൂര്യനെ വിഴുങ്ങുന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞത്. ഇപ്പോൾ വേദങ്ങളിൽ രാഹു കേതു എന്നുള്ള പ്രയോഗങ്ങളില്ല. അതിൽ ഒരു അസുരൻ എന്നാണ് പറയുന്നത്, ഒരു ഡാർക്ക്നെസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഒരു ഇരുട്ട്, അന്ധകാരം എന്നുള്ള രീതിയിലാണ് അസുരൻ എന്ന രീതിയിൽ രൂപീകരിച്ചത് എന്ന രീതിയിൽ പ്രതിദാനം ചെയ്തത്.
അപ്പൊ ഡാർക്ക് അത് തന്നെയാണല്ലോ. ഇപ്പൊ ഈ അസെൻഡിങ് നോഡിലോട്ട് വരുമ്പോൾ ഭൂമിയിൽ അന്ധകാരമാണ്, അതേപോലെ ഡിസെൻഡിങ് നോഡിൽ വരുമ്പോഴും ഭൂമിയിൽ അന്ധകാരം. അതാണ് രാഹു കേതുക്കളുടെ പ്രഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഗ്രഹണത്തിന് കാരണക്കാര് രാഹു കേതുവാണ്. പക്ഷെ വരാഹമിഹിരൻ അതിനെ സയന്റിഫിക്കൽ ശാസ്ത്രീയമായിട്ട് അപ്രോച്ച് ചെയ്ത് വരാഹമിഹിരനാണ് രാഹു കേതു എന്നുള്ള പേരും കൊടുത്തത്. അപ്പോൾ അവർ നവഗ്രഹങ്ങളിൽ ഏർപ്പെടുത്തുകയും ചെയ്തു. കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നതും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്, അതാണ് ഭൂമിയിൽ ഡാർക്ക്നെസ് കൊണ്ടുവരുന്നത്. അപ്പൊ ആ സിറ്റുവേഷനെയാണ് അവർ രാഹു എന്നും കേതു എന്ന് പറയും. ഇത് അസെൻഡിങ് നോഡ് രാഹു, ഇത് ഡിസെൻഡിങ് നോഡ് കേതു. അപ്പൊ വരാഹമിഹിരൻ വളരെ ശാസ്ത്രീയമായിട്ടാണ് അതിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. ഞാൻ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല, നമുക്ക് എത്ര സമയം കൂടി ബാക്കിയുണ്ട്. കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവരെ എന്താണ് മോഡേൺ, എന്താണ് അതെ അല്ല നമ്മള് മോഡേൺ സയൻസിൽ നമ്മള് രാഹു കേതു എന്നുള്ള പദപ്രയോഗം തന്നെ വരുന്നില്ല. കാരണം സോളാർ എക്ലിപ്സ്, പക്ഷെ നമ്മളെ ശാസ്ത്രകാരന്മാർ നമ്മളെ പഞ്ചാംഗത്തെ ബേസ് ചെയ്തിട്ടും അല്ലെങ്കിൽ ജ്യോതിഷത്തെ ബേസ് ചെയ്തിട്ടുള്ള ഗ്രഹണത്തിന്റെ കാൽക്കുലേഷൻസ് അവർ കൂടുതലും ഗ്രഹണം കാൽക്കുലേറ്റ് ചെയ്യും. നമ്മളെ യജ്ഞ സമയത്ത് തന്നെ പല റിച്വൽസ് ചടങ്ങുകൾ ചെയ്യുമ്പോൾ ഗ്രഹണത്തിന് വളരെ പ്രാധാന്യമാണ്. ഗ്രഹണ സമയത്ത് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്തുകൂടാ. അപ്പൊ ആ ഗ്രഹണത്തിന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇതിനെ ഉപയോഗിച്ചിരുന്നു, അതിനെ ബേസ് ചെയ്തിട്ട്. അത് പലപ്പോഴും വളരെ കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻസ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴും അത് ഗ്രഹണത്തിന് ഒഴിച്ചിട്ടുള്ള ബാക്കി ഇപ്പോൾ ഓരോ സൂര്യൻ ഓരോ രാശിയിൽ പ്രവേശിക്കുന്നതും അല്ലെങ്കിൽ ചന്ദ്രൻ ഓരോ നക്ഷത്രങ്ങളിൽ ഇങ്ങനെ പ്രവേശിക്കുന്നതും അതുപോലെ നക്ഷത്രങ്ങളെ രാശിക്ക് വേണ്ടി വീതിച്ചു കൊടുക്കുന്നതും അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഞ്ചാംഗത്തിൽ ഇപ്പോഴും കാലഗണന ചെയ്യുന്നത്. അതിപ്പോഴും വളരെ കൃത്യം നമ്മൾ പലപ്പോഴും നമ്മുടെ ഉത്സവങ്ങൾക്കായാലും നമ്മളെല്ലാ പല ചടങ്ങുകൾക്കും അതിനെയാണ് നമ്മൾ ഇപ്പോഴും ആശ്രയിക്കുന്നത്. പക്ഷേ ഗ്രഹണത്തിന്റെ ഇതില് ഞാൻ പഠിച്ചതെന്നും മനസ്സിലാക്കിയത് ഈ കൺസെപ്റ്റ് വെച്ചിട്ട് ശരിയായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ മോഡേൺ ടൂൾസ്, കാരണം ഓരോ 18 കൊല്ലം കൂടുമ്പോഴും ഒരേ ഗ്രഹണം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. അത് വരാഹമിഹിരനും പറഞ്ഞിട്ടുണ്ട്, ആര്യഭടനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു തരത്തിലുള്ള ഇപ്പൊ ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണവും ഒരുപാടുണ്ടാവും. പക്ഷെ ഒരു 18 കൊല്ലം കൂടുമ്പോൾ ഏത് പൊസിഷനാണോ ഒരു ഗ്രഹം ഉണ്ടായത് സെയിം എക്ലിപ്സ് 18 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അത് ആര്യഭടനും വരാഹമിഹിരനും കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞില്ല. അതും മോഡേൺ ഇതിൽ പ്രകാരം ഇൻസ്ട്രുമെന്റ്സ് പ്രകാരവും ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി കറക്റ്റ്. പക്ഷെ നമ്മൾ ഗ്രഹണ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ നമ്മളെ പല പഞ്ചാംഗങ്ങളും ഇപ്പോൾ ആശ്രയിക്കുന്നത് ഇപ്പോഴുള്ള ആധുനിക ശാസ്ത്രപ്രകാരങ്ങൾ. കാരണം അതും ഡെവലപ്പ് ചെയ്തിട്ടാണ്. അതും കൂടുതൽ ഈ പ്ലാനറ്ററി മോഷൻസിനെ പഠിച്ച് ഒബ്സർവ് ചെയ്ത്. കാരണം പണ്ട് പല പരമേശ്വര ആചാര്യ അദ്ദേഹം അതുവരെ ഉണ്ടായിരുന്ന കൺസെപ്റ്റുകളൊക്കെ തിരുത്തിക്കൊണ്ട് ഒരു പുസ്തകം എഴുതിയത്. അദ്ദേഹം 55 വർഷം നിരീക്ഷിച്ചിട്ടാണ്. അത് നഗ്നനേത്രങ്ങൾ കൊണ്ട് 55 വർഷം നഗ്നനേത്രങ്ങൾ കൊണ്ട് നിരീക്ഷിച്ചിട്ടാണ് പരമേശ്വര ആചാര്യ പല കൺസെപ്റ്റുകളെയും തിരുത്തി എഴുതിയത്. അപ്പൊ ആൾക്കാരുടെ തപസ് വരുന്നത് കൂടി നമുക്ക് കൂടുതൽ കൃത്യതയിലോട്ട് എത്താൻ പറ്റുന്നുണ്ട്. അപ്പൊ ആധുനിക ശാസ്ത്രത്തിൽ ഇപ്പൊ നമുക്ക് പല ഉപകരണങ്ങളുണ്ട് അവയെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് അതിനെ ആശ്രയിക്കുന്നതിലും തെറ്റില്ല. അപ്പൊ പ്രത്യേകിച്ചും ഇതുപോലെയുള്ള ഗ്രഹണം ഒക്കെ കൃത്യമായിട്ടുള്ള സമയം മിനിറ്റ് സെക്കൻഡ് പ്രകാരം നമുക്ക് ആധുനിക ശാസ്ത്രത്തിന്റെ കാൽക്കുലേഷൻസ് പ്രകാരം നമുക്ക് ലഭിക്കും. അതുപോലെ ഞാൻ ബൗധാന ശുൽബസൂത്ര 600 ഏകദേശം 800 BC എഴുതിയിട്ടുള്ള ബൗധായന ശുൽബസൂത്രത്തിൽ ഉള്ളൊരു ശ്ലോകം, ദീർഘ ചതുരശ്രസ്യാക്ഷണ്യാ രജ്ജു പാർശ്വമാനീ തിര്യമാനീ ചയത് പൃഥഗ്ഭൂതേ കുരുതത്തദുഭയം കരോതി. അത് the square of the diagonal of a rectangle is the sum of the squares of its side. അപ്പോൾ നേരത്തെ ഞാൻ പൈതഗോറസ് തിയറം പറഞ്ഞതിന്റെ സംസ്കൃത ശ്ലോക രൂപേണാണ് അവരെല്ലാവരും കാവ്യാത്മകമായിട്ടാണ് അതിനെ പ്രസന്റ് ചെയ്തത്. അപ്പൊ അത് സംസ്കൃത ശ്ലോകം ശുൽബസൂത്രത്തിലെ യഥാർത്ഥ മൂല ശ്ലോകം ഇതാണ്. ദീർഘചതുരശ്രസ്യാക്ഷണ്യാ രജ്ജുഃ പാർശ്വമാനി തിര്യക് മാനീതി യത് പൃഥഗ്ഭൂതേ കുരുത്തദുഭയം കരോതി. അത് ബേസിക്കലി പൈതഗോറസ് തിയറാണ്. ഒരു സമചതുരം ഡയഗണലിലുള്ള ആ ചതുരത്തിന്റെ ഏരിയ മറ്റു രണ്ട് സൈഡിന്റെയും ചതുരത്തിന്റെയും ഏരിയയുടെ ആകെ തുകയായിരിക്കും എന്നുള്ളത് ശ്ലോകരൂപേണ പറഞ്ഞത്. അത് തന്നെയാണ് പൈതഗോറസ് തിയറം.
അതുപോലെ തന്നെ പൈതഗോറസ് തിയറം പ്രകാരം പൈ കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞത് 3.0 സംതിങ് ആണ്. അപ്പൊ അത് അത്ര അക്യുറേറ്റ് അല്ല. ശുൽബസൂത്ര പ്രകാരം പൈ എന്ന് പറഞ്ഞാൽ 3.08 അങ്ങനെയാണ്. പക്ഷെ അക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ ഏകദേശം 3.14 സംതിങ് ആണ്. അപ്പൊ ഇത് കൊണ്ടുവന്നത് നമ്മളെ മാധവാചാര്യരാണ്. മാധവാചാര്യർ വരുന്ന 1100 BC AD ആണ്. ഏകദേശം 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. പക്ഷെ വേദാംഗ പ്രകാരം ശുൽബസൂത്ര പ്രകാരം പൈയുടെ വാല്യൂ 3.08 ആണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള വാല്യൂ. അപ്പൊ അത് കുറച്ച് പിന്നീട് വന്ന ആചാര്യന്മാർ അതിൽ റിഫൈൻ ചെയ്ത് പുറപ്പെടുവിച്ചത്. അതാണ് ഒരു ശാസ്ത്രത്തിന്റെ മനോഹാരിത. അതുപോലെ കാത്യായന ശുൽബസൂത്രയില് ഒരുപാട് സ്ക്വയർസ് ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടിയിട്ട് ഒരു വലിയ സ്ക്വയർ ഉണ്ടാക്കേണ്ട ഒരു ശ്ലോക രൂപേണ പറഞ്ഞിട്ടുള്ളത് യാവത് പ്രമാണാനി സമചതുരശ്രോണി ഏകീകർത്തും ചികീർഷേ ഏകോനാനി താനി ഭവന്തി ദിവ്യ ദ്വിഗുണാനി ഏകത ഏകാധികാനി ത്രസ്തിർഭവതി തസ്യേഷു തത് കരോതി. അത് വളരെ മനോഹരമായിട്ട് പല ടിപ്സും തന്നിട്ടുള്ളത്. അതുപോലെ വേറൊരു അത് ശുൽബസൂത്രയിലുള്ളത്. പിന്നെ മറ്റുള്ള അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് കൺസെപ്റ്റ് ആണ്. ഈ ശുൽബസൂത്ര പ്രകാരം നമുക്ക് ഇപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് കോംപ്ലക്സ് ആണ്. അതിനെയൊക്കെ പിന്നീട് വന്നിട്ടുള്ള ആചാര്യന്മാര്, ഇപ്പൊ ഭാസ്കരാചാര്യര്, അതിന് ശേഷം വന്നിട്ടുള്ള ആചാര്യർ അതിനൊക്കെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് പ്രസന്റ് ചെയ്തു. ഇപ്പൊ ഒരു സംഖ്യയുടെ സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. വേദങ്ങളിലും ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. വേദത്തിൽ ഒരു വേദാംഗത്തിൽ ഒരു മെത്തേഡ് പറഞ്ഞിട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ ഭാസ്കരാചാര്യ ലീലാവതിയിൽ പറയുന്നത് സമദ്വിഘാതഃ പ്രതിരൂച്യതേഥ സ്ഥാപ്യോത്യവർഗോ ദ്വിഗുണാൻ ത്രിനിത്നാ സ്വസ്വോ വരിഷ്ഠാൻ ദാവരേങ്കാ ത്യക്താൻ ഉത്സായ പുനശ്ച രാശിം. അപ്പൊ അദ്ദേഹം വളരെ മനോഹരമായിട്ട് പറഞ്ഞത് ഇപ്പൊ a+b+c² a+b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a² + b² + 2ab. ഇത് നമ്മൾ ആൾജിബ്രയിൽ പഠിക്കുന്നതാണ്, മാത്തമാറ്റിക്സിൽ പഠിക്കുന്നതാണ്. a+b+c ഹോൾ സ്ക്വയർ = a² + b² + c² + 2ab + 2bc + 2ca. ഇത് ഭാസ്കരാചാര്യരുടെ ലീലാവതിയിൽ ശ്ലോക രൂപേണ വളരെ മനോഹരമായിട്ട് പറഞ്ഞതാണ്. സമദ്വിഘാത പ്രതിരൂപ്യേതേ സ്ഥാപ്യോത്യവർഗോ ദ്വിഗുണാന്യവിഘ്ന സ്വസ്വോ പരിഷ്ഠാ ദാവരേങ്കാ ത്യക്വാൻ ഉത്സായ പുനശ്ച രാശിം. ഭാസ്കരാചാര്യർ പറഞ്ഞിട്ടുള്ള ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ. ഇതന്നെയാണ് നമ്മൾ മോഡേൺ ഇപ്പോൾ സ്കൂളിൽ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ സ്റ്റുഡൻസ് പഠിക്കുന്നത്. ഇക്വേഷൻ സെയിം ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഖണ്ഡദ്വയസ്യ വിഹിതി ദ്രവിനിഗ്നി തദ് ഖണ്ഡവർഗൈക യുതാകൃതിർവാ ഇഷ്ടോന യുഗ്രാശി വധകൃതി സ്യാദിഷ്ടസ്യ വർഗേണ സമന്വിതോ വാ. സ്പ്ലിറ്റ് ദ ഗിവൺ നമ്പർ ഇൻടു 2 പാർട്സ്. ഏതെങ്കിലും ഒരു നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ അതിന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ടു ദ സം ഓഫ് ദ സ്ക്വയർസ് ഓഫ് ദ 2 പാർട്സ് ആർ ട്വൈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ 2 പാർട്സ്. ദ റിസൾട്ട് ഈസ് ദ സ്ക്വയർ. ഇത് സ്ക്വയർ ചെയ്യാനുള്ള ലീലാവതിയിൽ പറഞ്ഞിട്ടുള്ള ഒരു രണ്ടാമത്തെ മെത്തേഡാണ്. ഇത് സെയിം ഇത് തന്നെയാണ്. a+b ഹോൾ സ്ക്വയർ. ഇപ്പോൾ ഒരു 396ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ 300 + 96 ഹോൾ സ്ക്വയർ എന്ന് എഴുതുക. അങ്ങനെയാവും 300² + 96² + 2 × 300 × 96. ഈ ഇക്വേഷൻസ് തന്നെയാണ് ലീലാവതിയിൽ വേറൊരു രൂപത്തിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ സ്ക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ്സ് പറഞ്ഞിട്ടുണ്ട്. ഏകാധികേന പൂർവേണ യാവത് നൂനം താവത് ഊനീകൃത്യ വരേണ്യയോജയെ ദ്വന്ദ്വയോഗ ഉദ്വതിർയഭ്യാം. അത് നമ്മളൊക്കെ പലർക്കും പരിചയമുള്ളതായിരിക്കും. നമ്മൾ വേദിക് മാത്തമാറ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പഠിച്ചിട്ടുള്ളതായിരിക്കാം. 5ൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ
ഇതെല്ലാം ഭാസ്കരാചാര്യര് പ്രസന്റ് ചെയ്തതാണ്. ഭാസ്കരാചാര്യ പ്രസന്റ് 5-ൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പൊ 75 സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ 7 ഇൻറ്റു ഇതിൻ്റെ 1 കൂട്ടുക 7 + 1 7 56 പിന്നെ 5 സ്ക്വയർ 25 എന്ന് എഴുതുക. അപ്പോൾ ഇറ്റ് ബിക്കംസ് 56 5625. 75ന്റെ സ്ക്വയർ 5625. അതിന് ഭാസ്കരാചാര്യ ശ്ലോകരൂപേണ പറഞ്ഞിട്ടുള്ളതാണ്. ഏകാധികേന പൂർവേണ, ഏകാധികേന പൂർവേണ, പൂർവ്വത്തിലുള്ള 7, ഏക അധികം 7 + 1 അപ്പോൾ 8. ഏകാധികേന പൂർവേണ യാവദൂനം താവദൂനീകൃത്യ വർഗേന യോജയെ. പിന്നെ ഇതിൻ്റെ വർഗം ഈ 25 അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ കിട്ടി. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ വേദിക് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് പല കോഴ്സുകളുണ്ട്. അതിലൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഈ ഭാസ്കരാചാര്യരുടെ ലീലാവതി എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം സിംപ്ലിഫൈ ചെയ്തതാണ്. അദ്ദേഹം വേദാന്ത ജ്യോതിഷത്തിലുള്ള പല സൂത്രങ്ങളെയും സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് പ്രസന്റ് ചെയ്തതാണ്. കാരണം വേദാന്ത ജ്യോതിഷത്തിൽ പലതും കുറച്ച് കോംപ്ലക്സ് ആണ്, നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കുറച്ച് കോംപ്ലക്സ് ആണ്. അപ്പോൾ നിങ്ങളെപ്പോലെ ഇവിടെയുള്ള അധ്യാപകരെയും വിദ്യാർത്ഥികളെയും പോലെ അതിൽ ഗവേഷണ ബുദ്ധിയോടുകൂടി അത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭാസ്കരാചാര്യരും അതുപോലെയുള്ള മാധവാചാര്യരും സിംപ്ലിഫൈ ചെയ്തതുപോലെ പല കോൺട്രിബ്യൂഷൻ സംഭാവനകളും ഇനിയും ചെയ്യാൻ പറ്റും. കാരണം ഭാസ്കരാചാര്യരുടെ സമയം അല്ലെങ്കിൽ മാധവാചാര്യരുടെ സമയം അതൊക്കെ 1000 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. പക്ഷെ 100 കൊല്ലങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ശ്രീനിവാസ രാമാനുജൻ പല സൂത്രങ്ങളും പ്രൊപ്പോസും പ്രസന്റും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ജർമ്മനിയിലോ അല്ലെങ്കിൽ മറ്റുള്ള പല സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വരെ പല യൂണിവേഴ്സിറ്റികളിലും വേദശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ട്. കാരണം സംസ്കൃതമാണ് വേദത്തിലേക്കുള്ള ഒരു മാർഗം എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ സംസ്കൃതം പഠിപ്പിച്ചിട്ട് ഇങ്ങനെയുള്ള വേദഗ്രന്ഥങ്ങൾ അവർ പഠിക്കുകയാണ്. ഇപ്പോൾ പലരും പേറ്റന്റ് എന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മളെ മഞ്ഞളിനൊക്കെ US പേറ്റന്റ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തന്നെ സെർച്ച് ചെയ്താൽ ഇന്റർനെറ്റിൽ തന്നെ ഒരു പേറ്റന്റ് എടുക്കണമെങ്കിൽ ഓരോ രാജ്യത്തും പേറ്റന്റ് എടുക്കണം. ഇന്ത്യൻ പേറ്റന്റ് ഓഫീസിനാണ് ഇന്ത്യയിൽ പേറ്റന്റ് എടുക്കണമെങ്കിൽ ഫയൽ ചെയ്യേണ്ടത്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയൻ പേറ്റന്റ് ഓഫീസിൽ ഫയൽ ചെയ്യണം. US US പേറ്റന്റ് ഓഫീസിൽ ഫയൽ ചെയ്യണം. നമ്മുടെ വേദ ഗ്രന്ഥങ്ങളിൽ ശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ പലതും ഇപ്പോഴും അൺപേറ്റന്റഡ് ആണ്. അത് ഫ്രീ ആണ്. ഇവിടെ കാരണം ഇവിടെ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് കൂടുതൽ ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഇപ്പോഴാണ് വന്നത്. കാരണം അത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു പേറ്റന്റ് എടുത്തിട്ടുണ്ട്. ആ പേറ്റന്റ് ആ സിദ്ധാന്തം അല്ലെങ്കിൽ ആ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് ആരെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് മാർക്കറ്റിൽ ഇറക്കുകയാണെങ്കിൽ അതിന് എൻ്റെ പെർമിഷൻ വേണം. അപ്പോൾ അതിന് റോയൽറ്റി തരണം. അത് അങ്ങനെയാണ് ഇക്കാലത്ത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നതാണ്. എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ആർക്കെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ ആ കണ്ടുപിടിച്ച് അതുകൊണ്ടാണ് പേറ്റന്റ് ചെയ്യുന്നത്. പക്ഷെ പണ്ട് കാലത്തൊന്നും അങ്ങനെയുള്ളൊരു മത്സരബുദ്ധി ഉണ്ടായിരുന്നില്ല, അന്വേഷണ ത്വരയായിരുന്നു. അതുകൊണ്ട് തന്നെ പലരും ഡോക്യുമെന്റ് പോലും ചെയ്തിട്ടില്ല. ശിഷ്യ പരമ്പരക്ക് അത് അനുസ്യൂതങ്ങൾ പകർന്നു കൊടുത്തു. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പൊ പലതിലും പേറ്റന്റ് എടുക്കുന്നുണ്ട്. പല ശാസ്ത്ര ഗ്രന്ഥങ്ങളിലുള്ളതും മോഡിഫൈ ചെയ്തിട്ട് പേറ്റന്റ് എടുക്കുന്നുണ്ട്. അതിന് തെറ്റുണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ പ്രോപ്പറായിട്ടുള്ള റെഫറൻസ് കൊടുക്കണം. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പേപ്പർ ഒന്ന് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കോപ്പി അടിക്കരുത്. നമ്മളിപ്പോൾ അതിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഇത് ശുല്പസൂത്രയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും മുന്നോട്ടുള്ള പാത അത് തന്നെയാണ്. നമ്മൾ പല വേദശാസ്ത്ര ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്ത് പഠിച്ച് അത് മനസ്സിലാക്കി നമ്മളത് വേറെ രൂപത്തിൽ പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ സോഴ്സ് നമ്മൾ സൈറ്റ് ചെയ്യുക. ഇന്ന് എടുക്കുന്ന നമ്മൾ എടുത്തതാണെന്ന് സൈറ്റ് ചെയ്തിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അതിന് വാലിഡിറ്റി ഉണ്ട്. അങ്ങനെ ഒരുപാട് വേദശാസ്ത്രത്തിലുള്ള പല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ശ്ലോകങ്ങളും സൂത്രങ്ങളും പിന്നീട് വന്നിട്ടുള്ള ആചാര്യന്മാർ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ എക്സാമ്പിളോട് കിടക്കുന്നില്ല. അതൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. ഭാസ്കരാചാര്യരുടെ ലീലാവതിയിൽ പിന്നെ ഏർലി വേദിക് പീരീഡിന് ശേഷം ഏകദേശം 500 BC 600 BC ആ കാലഘട്ടത്തിൽ ആണ് പാണിനിയുടെ അഷ്ടാധ്യായി അതുപോലെ പിംഗളയുടെ ചന്ദസൂത്രം അത് 300 BC-യിലാണ് പിംഗളയുടെ ചന്ദസൂത്രം. പിന്നെ ബൗദ്ധ ജൈന ടെക്സ്റ്റ് പല ബൗദ്ധ സന്യാസിമാരും ജൈന സന്യാസിമാരും പലരും പല മഹാപണ്ഡിതന്മാരായിരുന്നു. അവരുടെയും ഒരുപാട് ടെക്സ്റ്റുകളുണ്ട്, ബൗദ്ധ ജൈന ടെക്സ്റ്റുകൾ. അതൊക്കെ ഭാരതഭൂമിയിൽ തന്നെ ഉത്ഭവിച്ചതാണ്. അതിലും ഒരുപാട് ഇങ്ങനെയുള്ള അറിവുകളുടെ ശേഖരമുണ്ട്, ബൗദ്ധ ജൈന ടെക്സ്റ്റ്. പിന്നെ
0.00 ഡെസിമൽ പ്ലേസ് നമ്മളിപ്പോൾ എന്തെങ്കിലും എഴുതണമെങ്കിൽ 0.18 അല്ലെങ്കിൽ 2.13 എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ ഒരു അല്ലെങ്കിൽ 1.5 lakh. അപ്പോൾ എല്ലാം ഈ ഡെസിമൽ ഒക്കെ നമുക്ക് വന്നത് ഏകദേശം ആ കാലഘട്ടത്തിൽ അത് ഭാരതത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ്. ഈ ഡെസിമൽ സിസ്റ്റം തന്നെ വന്നത് ഭാരതത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ്. ഏകദേശം 300-400 BC അത് കൂടുതൽ പ്രചാരത്തിലായി. ബ്രഹ്മഗുപ്തന്റെ 620 ആര്യഭടീയം 499 AD ആര്യഭടീയത്തിന് ശേഷവും 628 AD ബ്രഹ്മസ്ഫുട സിദ്ധാന്തത്തിന് ശേഷം ഈ ഡെസിമൽ പ്ലേസും സീറോ നമ്പർ സിസ്റ്റം ലോകത്തിലെങ്ങും പ്രചാരത്തിലായി. പിന്നെ വരാഹമിഹിരൻ 505 തൊട്ട് 587 AD ആണ് വരാഹമിഹിരന്റെ കാലഘട്ടം. അപ്പം അദ്ദേഹമാണ് ബൃഹത് സംഹിത എഴുതിയത്. ഇപ്പം ഞാൻ ഭൂകമ്പത്തിലാണ് എൻ്റെ ഗവേഷണം നടക്കുന്നത്. ഇപ്പോൾ ബൃഹത് സംഹിതയിൽ പല തരത്തിലുള്ള ഭൂകമ്പത്തെ കുറിച്ചിട്ടും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഏത് ടൈപ്പുള്ള ഭൂകമ്പം അങ്ങനെയുള്ള വിവരണങ്ങൾ, കുറച്ച് വിവരണങ്ങൾ ബൃഹത് സംഹിതയിലുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് പഠിച്ചിട്ടുണ്ടായി. പക്ഷെ ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല, കാരണം അത് വിഷയം വേറെ ആയതുകൊണ്ട്. പക്ഷെ ബൃഹത് സംഹിതയിൽ ആസ്ട്രോണോമി ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, അതുപോലെ സസ്യലതാദികളെ കുറിച്ചിട്ടും ഇങ്ങനെയുള്ള നാച്ചുറൽ കലാമിറ്റീസിനെ കുറിച്ചിട്ടും ഒക്കെ വിസ്കരിക്കുന്നുണ്ട്. പിന്നെ ഭാസ്കര 629 AD അദ്ദേഹം ആര്യഭടീയത്തിന് ഭാഷ്യം എഴുതി. ആര്യഭടൻ രചിച്ച ആര്യഭടീയത്തിന് ഭാഷ്യം ഭാസ്കര 1 എഴുതി. ഭാസ്കര ആചാര്യ 1 അത് 629 AD. അതുകൂടാതെ അദ്ദേഹം മഹാഭാസ്കരിയ എന്ന് പറയുന്ന വേറൊരു ഗ്രന്ഥം രചിച്ചു. പിന്നെ ലഘുഭാസ്കരിയ, മഹാഭാസ്കരിയ, ലഘുഭാസ്കരിയ, ഇങ്ങനെ 2 ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ. അതുകൂടാതെ ആര്യഭടീയ ഭാഷ്യം എഴുതുകയുണ്ടായി. ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, യജുർവേദത്തിൽ 10⁻12 വരെ ഉള്ള സംഖ്യകൾക്ക് അവർ 1 ദശം ശതം സഹസ്രം അയുതം നിയുതം അങ്ങനെ 10⁻12 വരെ യജുർവേദ സംഹിതയിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഉപനിഷത്ത് പൂജയെ കുറിച്ച് പറയുന്നത് ഉപനിഷത്ത് ശൂന്യ എന്ന വാക്ക്, ഉപനിഷത്തും അപൗരുഷേയങ്ങളായിട്ടുള്ള കലാകാരങ്ങൾ മുതലുള്ളതാണ്. ശൂന്യം അല്ലെങ്കിൽ ഖ എന്നുള്ള വാക്കുകൾ, അതുപോലെ പൂർണ്ണം അതായത് ഇൻഫിനിറ്റി, പൂർണ്ണം, അതുപോലുള്ള വാക്കുകൾ ഉപനിഷത്തുകൾ തന്നെ എഴുതുന്നുണ്ട്. അപ്പോൾ സീറോ എന്നുള്ള കൺസെപ്റ്റ് ഇവൻ ബ്രഹ്മഗുപ്തനും ആര്യഭടനും മുമ്പ് തന്നെ ഉണ്ടായിരുന്നു, സീറോ ശൂന്യ കൺസെപ്റ്റ്. പക്ഷെ അതിനെ നമ്പർ സിസ്റ്റത്തിലും അതിനൊരു സംഖ്യ ആയിട്ട് രൂപാന്തരപ്പെടുത്തുന്നതിലാണ് പിന്നീട് വന്നിട്ടുള്ള ശാസ്ത്രകാരന്മാർ ആര്യഭടനും ബ്രഹ്മഗുപ്തനും കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഈ കൺസെപ്റ്റലായിട്ട് ആ അപൗരുഷേയങ്ങളായിട്ടുള്ള ശാസ്ത്രഗ്രന്ഥങ്ങളിൽ ഓൾറെഡി ഉണ്ട് ഇതൊക്കെ. പിന്നെ ബൗദ്ധ ഫിലോസഫേഴ്സ് അവരും ശൂന്യ അഭാവ എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതും സീറോ തന്നെയാണ്. പിന്നെ വസുമിത്ര, വ്യാസഭാഷ്യ, യോഗസൂത്ര അതിലൊക്കെ പൂജ്യത്തിനെ കുറിച്ചിട്ടുള്ള മെൻഷൻ ഉണ്ട്. യഥൈക രേഖ ശതസ്ഥാനെ ശതം ദശസ്ഥാനെ ദശ ഏകസ്ഥാനെ യഥാ ച ഏകത്വേവി സ്ത്രീ മാതാ ചോച്യതേ ദുഹിചാത് അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ഭാഷ്യങ്ങളിൽ, യോഗസൂത്രത്തിലുള്ള ഭാഷ്യങ്ങളിലും ഒക്കെ അതൊക്കെ ഏകദേശം 50 AD വന്നിട്ടുള്ള ഫിലോസഫിക്കൽ വർക്കാണ്. അതിലൊക്കെ പൂജ്യത്തെ കുറിച്ചിട്ടുള്ള മെൻഷൻസ് ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു 628 AD ബ്രഹ്മഗുപ്തനാണ് അതിനെ സംഖ്യാരൂപത്തിൽ കൊണ്ടുവന്നത്. പിന്നെ സ്ക്വയർ ചെയ്യാനുള്ള ഇന്ത്യൻ മാത്തമാറ്റിക്സ് ഭാസ്കര 1 വേറൊരു ശ്ലോകം തന്നിട്ടുള്ളത് അന്യപദസ്യ വർഗം കൃത്വാ ദ്വിഗുണം തദേവ ചാന്ത്യപദം ശേഷപദൈരാഹന്യാ ഉത്സാര്യ വർഗവിധവും. ഇതും ഒരു സംഖ്യയുടെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള വർഗം, സ്ക്വയർ എന്ന് പറഞ്ഞാൽ വർഗം എന്നാണ് പറയുക, വർഗം കണ്ടുപിടിക്കാനുള്ള സൂത്രങ്ങൾ. ഇതിനും കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആയിട്ടുള്ള സൂത്രമാണ് ലീലാവതിയിൽ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത്, അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് കടക്കുന്നില്ല. അതുപോലെ ബൗദ്ധായന ശില്പസൂത്രത്തിൽ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ളത്. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള സൂത്രം പ്രമാണം തൃതീയേന വർദ്ധയേ തച്ച ചതുർത്ഥേന ആത്മചതുത്രിംശേനേന സവിശേഷഃ. സ്ക്വയർ റൂട്ട് ഓഫ് 2 എന്നുള്ളതിന്റെ അവര് പ്രമാണം തൃതീയേന വർദ്ധയേ തച്ച ചതുർത്ഥേന
ആത്മചതുത്രിംശോനേന സവിശേഷഃ. അപ്പോൾ ആ സ്ക്വയർ റൂട്ട് ദ മെഷർ ഓഫ് ദ സൈഡ് ഈസ് ടു ബി ഇൻക്രീസ്ഡ് ബൈ ഇറ്റ്സ് തേർഡ് ആൻഡ് ദിസ് തേർഡ് അഗെയിൻ ബൈ ഇറ്റ്സ് ഓൺ ഫോർത്ത് ലെസ് ദ 34 പാർട്ട്. ദാറ്റ് ഈസ് ദ അപ്രോക്സിമേറ്റ് ഡയഗണൽ. അപ്പോൾ ഡയഗണൽ നമ്മൾ സ്ക്വയർ റൂട്ട് 2a എന്നാണല്ലോ പറയാം. നമ്മളിപ്പോൾ ഒരു ചതുരമുണ്ടെങ്കിൽ ഇത് a ആണെങ്കിൽ ഇത് റൂട്ട് 2a സ്ക്വയർ റൂട്ട് 2a ആണ്. അപ്പോൾ ആ ഡയഗണൽ കണ്ടുപിടിക്കാനുള്ള സൂത്രമാണ്. ഡയഗണൽ കണ്ടുപിടിക്കണമെങ്കിൽ സ്ക്വയർ റൂട്ട് 2 കണ്ടുപിടിക്കണമെങ്കിൽ 1 പ്ലസ് ഈ ശ്ലോകപ്രകാരമാണ്. ശ്ലോകപ്രകാരം 1 പ്ലസ് 1/3 പ്ലസ് 1/3 4 3 into 4 1/3 into 4 minus 1/3 into 4 3 into 4 1/3 into 4 into 34. അങ്ങനെ ശ്ലോക രൂപേണ ഈ സൂത്രമുണ്ട്. അത് എക്സാക്ട്ലി സ്ക്വയർ റൂട്ട് ആണ്. സ്ക്വയർ റൂട്ട് ഇപ്പോൾ കാൽക്കുലേറ്റർ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് അറൗണ്ട് 1.41 സംതിങ്. കാൽക്കുലേറ്ററിൽ കിട്ടുന്ന അതേ വാല്യൂ ശ്ലോക രൂപേണ ഭാസ്കരാചാര്യർ തന്നിട്ട് അല്ല, ഇത് ബൗധാന ശില്പസൂത്രത്തിലല്ല, ബൗധാന ശില്പസൂത്രത്തിൽ 800 BC 800 BCയിൽ സ്ക്വയർ റൂട്ട് 2ന്റെ വാല്യൂ പറഞ്ഞിട്ടുള്ളതാണ്. 800 BCയിൽ ബൗധാന ശില്പസൂത്രം. അതുപോലെ ആര്യഭട്ടന്റെ ആര്യഭടീയം ഏകദേശം 499 AD ഒരു സക്സസീവ് ഡിജിറ്റ്സ് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു അൽഗോരിതം തന്നെ ശ്ലോക രൂപേണ തന്നിട്ടുണ്ട്. ഭാഗം ഹരേത് അവർഗാ നിത്യം ദുഗിണേന വർഗമൂലേന വർഗാത് വർഗേ ശുദ്ധേ ലബ്ധം സ്ഥാനാന്തരേ മൂലം. Always divide the non-square place by twice the square root. Having subtracted the square from the square of old place, the quotient gives. ഇതൊരു അൽഗോരിതമാണ്. അതും സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഒരു അൽഗോരിതമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 75ന്റെ സ്ക്വയർ റൂട്ട് 56 5625 കണ്ടുപിടിക്കാനുള്ള വേറൊരു മെത്തേഡാണ് ആര്യഭടീയത്തിൽ തന്നിട്ടുള്ളത്. ഭാസ്കരാചാര്യരുടെ ലീലാവതിയിൽ തന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഭാസ്കരാചാര്യർ തന്ന ഒരു മെത്തേഡ്, ലീലാവതിയിൽ ഭാസ്കരാചാര്യ ലീലാവതിയിൽ പറഞ്ഞിട്ടുള്ളത്. ആര്യഭടീയത്തിൽ പറഞ്ഞിട്ടുള്ള വേറെ ശ്ലോകം, വേറെ മെത്തേഡ്. പക്ഷെ രണ്ടിന്റെ ആധാരം വേദാന്ത ശാസ്ത്രത്തിന് എടുത്തത് തന്നെയാണ്. അങ്ങനെ ഒരുപാട് പിന്നീട് വന്നിട്ടുള്ള ആചാര്യന്മാർ നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് പറഞ്ഞു തന്നത് നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. ഞാൻ ഇങ്ങനെ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞത് വേദാന്ത ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പലതും ചിലത് ഭാഷ തന്നെ പ്രാകൃത ഭാഷയിലായിരിക്കാം, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ്. പിന്നീട് വന്നിട്ടുള്ള ആചാര്യന്മാര് വളരെ ലളിതമായിട്ട് ആര്യഭടീയത്തിലൂടെയും ഭാസ്കരാചാര്യ ലീലാവതിയിലൂടെയും അതേപോലെ വരാഹമിഹിരൻ, മാധവ, അങ്ങനെയുള്ള പലരും പിന്നീട് വന്നിട്ടുള്ള പലരും വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് അതിനെ നമുക്ക് ചെറിയ ക്യാപ്സ്യൂൾ രൂപത്തിൽ അല്ലെങ്കിൽ ഫോർമുല എന്ന് പറയുള്ളൂ. നമ്മളിപ്പോൾ പലപ്പോഴും ഫോർമുല, നമ്മളിപ്പോൾ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഡിസൈന് പോകുമ്പോൾ, ഞാനിപ്പോൾ ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യാൻ പോവുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു കോഡ് ബുക്ക് ഉണ്ടാവും. ആ കോഡ് ബുക്കിലെല്ലാം ഷോർട്ട് ഫോർമുലയാണ്. അപ്പോൾ അതുപോലെയുള്ള ഇപ്പോൾ നമ്മളിപ്പോൾ മാത്തമാറ്റീഷ്യൻസ് ആണെങ്കിൽ അവർക്കും ഉണ്ടാവും ഒരു ഫോർമുല. അപ്പോൾ എല്ലാം ഈ ഫോർമുല രൂപത്തിൽ ഈ ആചാര്യന്മാർ അതിനെ ആക്കി തന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയൊരു സംഭാവന. അപ്പോൾ അത് ഇനിയും ഒരുപാട് പറയാനുണ്ട്. ഇനിയും ഒരുപാട് ഫോർമുലാസും സൂത്രങ്ങളും അതിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും. അതിൽ കേരള സ്കൂളിൽ ഒരു വേറെ തന്നെ ഒരു ജേർണൽ പേപ്പർ തന്നെയുണ്ട്. ഞാൻ അതിൻ്റെ ഒരു റെഫറൻസ് കൊണ്ടുവന്നിരുന്നു. കേരള സ്കൂൾ ഓഫ് ആസ്ട്രോണോമി ആൻഡ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അതിൽ പ്രൊഫസർ MD ശ്രീനിവാസ്, അദ്ദേഹം സെൻറ്റർ ഫോർ പോളിസി സ്റ്റഡീസിലെ ഒരു അധ്യാപകനാണ്. അതേപോലെ പ്രൊഫസർ രാജേഷ് കൊച്ചാർ, അദ്ദേഹം പഞ്ചാബ് യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്. പിന്നെ പ്രൊഫസർ ആർ നാരായണ അയ്യങ്കാർ, അദ്ദേഹം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ പ്രൊഫസറായിരുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലാണ് ഞാൻ PhD ചെയ്തത്. അപ്പോൾ അത് ഇന്ത്യയിൽ തന്നെ അല്ല ലോകത്തിൽ തന്നെ ജേർണൽ പേപ്പർ സൈറ്റേഷൻസ് പെർ ഫാക്കൽറ്റിയിൽ ലോകത്തിൽ നമ്പർ 1 ആണ്. ഇവൻ MITയും സ്റ്റാൻഫോർഡും അതിനുശേഷം ലോകത്തിൽ തന്നെ സൈറ്റേഷൻസ് പെർ ഫാക്കൽറ്റി നമ്പർ 1 ആണ്. അവിടെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഒരു പ്രൊഫസറായിരുന്നു നാരായണ അയ്യങ്കാർ. സ്റ്റോക്കാസ്റ്റിക് മോഡലിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇന്ത്യയിൽ ആദ്യം കൊണ്ടുവന്ന് എർത്ത്ക്വേക്സിന്, കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന അതേ ഏരിയയാണ്, ഭൂമി കുലുക്കത്തെ മുമ്പുണ്ടായിട്ടുള്ള ഭൂമി കുലുക്ക ഡാറ്റ വെച്ചിട്ട് ഭാവിയിലുള്ള ഭൂമി കുലുക്കത്തെ പ്രവചിക്കുക എന്നുള്ള അങ്ങനെയുള്ള കൺസെപ്റ്റ് അദ്ദേഹമാണ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. സ്റ്റോക്കാസ്റ്റിക് മോഡലിംഗ് ഉപയോഗിച്ച് അതിൻ്റെ അറ്റൻവേഷൻ, ഒരു ഭൂകമ്പം ഉണ്ടായാൽ അതിൻ്റെ തരംഗങ്ങൾ പോകുന്നതൊക്കെ വിശകലനം ചെയ്ത് അതിപ്രഗത്ഭനായിട്ടുള്ള ഒരു മോഡേൺ സയന്റിഫിക് ഫീൽഡ് വളരെയധികം
എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളും പ്രബന്ധങ്ങളും രചിച്ചിട്ടുള്ള ഒരു പ്രൊഫസറാണ് അയ്യങ്കാർ. അദ്ദേഹത്തിന്റെ കുറച്ച് പ്രസംഗങ്ങൾ ഞാൻ കേൾക്കാൻ ഇടയായിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഒരുപാട് സ്റ്റഡികൾ, പരാശര സംഹിത, അദ്ദേഹം പരാശര സംഹിതയും വൃദ്ധഗർഗ സംഹിതയെ ആധാരമാക്കി ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് അദ്ദേഹത്തിന്റെ മോഡേൺ ജേർണൽസിൽ ഒരുപാട് പബ്ലിക്കേഷൻസ് ഉണ്ട്. അതേപോലെ ഇങ്ങനെയുള്ള വർക്കുകൾ ആധാരമാക്കിയിട്ട് ഒരുപാട് പബ്ലിക്കേഷൻസ്, കൃതികൾ നമുക്ക് പല ഇന്റർനാഷണൽ ജേർണൽസിൽ കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രൊഫസർ MD ശ്രീനിവാസിന്റെ ഒരു ജേർണൽ പേപ്പറിൽ വളരെ കൃത്യമായിട്ട് കേരള സ്കൂൾ ഓഫ് ആസ്ട്രോണോമി ആൻഡ് മാത്തമാറ്റിക്സിനെ കുറിച്ചിട്ടൊരു ലേഖനമുണ്ട്. അപ്പൊ ഞാനത് പ്രിന്റ് എടുത്ത് കൊണ്ടുവന്നതാണ്. ഇത് മാത്തമാറ്റിക്സ് ന്യൂസ് ലെറ്ററിൽ പബ്ലിഷ് ചെയ്തതാണ് 2012. അപ്പൊ അദ്ദേഹം പറയുന്നത് ഒരു ബെഞ്ചമിൻ ഹൈനെ ആൻഡ് ചാൾസ് വിഷ്, അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലത്തെ 2 ഓഫീസർമാരായിരുന്നു, ഹൈനെ ആൻഡ് ചാൾസ് വിഷ്. അവര് ഇന്ത്യൻ ആസ്ട്രോണമിയിലെ കുറച്ച് പ്രഗത്ഭന്മാരെ കണ്ടുമുട്ടി. ഏകദേശം 1900 കാലഘട്ടത്തിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പൊ അവര് ഈ ഗണിതകാരന്മാർ ഇൻഫിനിറ്റ് സീരീസിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അതേപോലെ പൈനെ കുറിച്ചിട്ട്, പൈ ഞാൻ പറഞ്ഞു സർക്കംഫറൻസ് ടു ഡയമീറ്റർ റേഷ്യോ, പൈ ഇൻഫിനിറ്റ് സീരീസിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് സംസാരിക്കുന്നു. അപ്പൊ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ള ഈ ഓഫീസേഴ്സ്, അതായത് ചാൾസ് വിഷും ബെഞ്ചമിൻ ഹൈനെയും ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഇവർ സംസാരിക്കുന്നത് യൂറോപ്പിൽ ന്യൂട്ടൺ കണ്ടുപിടിച്ചു, 17ാം നൂറ്റാണ്ടിലെ ന്യൂട്ടൺ കണ്ടുപിടിച്ചു എന്ന് വിശ്വസിക്കുന്ന സിദ്ധാന്തങ്ങളാണ് ഇവര് സംസാരിക്കുന്നത്, സംസ്കൃതത്തിൽ സംസാരിക്കുന്നത്. അപ്പൊ അദ്ദേഹം അതിനെ കുറിച്ചിട്ട് കൂടുതൽ ഗവേഷണം നടത്തി. ചാൾസ് വിഷും ഹൈനെയും അദ്ദേഹം കൂടുതൽ ഗവേഷണം നടത്തി. അദ്ദേഹം കാലസങ്കരിത എന്ന് പേരുന്ന 1825 ജോൺ വാരൻ എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ ഒരു ഗ്രന്ഥത്തിൽ എഴുതിയതിൽ ഈ ഹൈനന്റെ ഒബ്സർവേഷൻസ് രേഖപ്പെടുത്തി. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കിയത് കേരള സ്കൂളിൽ നിന്ന് 4 പ്രധാനപ്പെട്ട കൃതികൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് തന്ത്രസംഗ്രഹം, യുക്തിഭാഷ, കരണപദ്ധതി ആൻഡ് സദ്രത്നമാല. ഈ ബുക്സിൽ ഈ ഇൻഫിനിറ്റ് സീരീസിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. കേരള സ്കൂളിൽ നിന്നുള്ള ഈ ബുക്സ് ഒക്കെ എഴുതിപ്പെട്ടത് ഏകദേശം 1000 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഞാൻ പറയുന്നത് ഇവരെ ഒബ്സർവ് ചെയ്ത് ന്യൂട്ടണൊക്കെ വന്നത് ഏകദേശം 500-600 കൊല്ലങ്ങൾക്ക് മുമ്പാണ്, 500 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ 1100 CE ഇവർ എഴുതിയത് ന്യൂട്ടൺ, അതൊക്കെ 1600 ന്യൂട്ടന്റെ പബ്ലിക്കേഷൻ ഒക്കെ വരുന്നത്. അപ്പൊ 1100 ആ കൊല്ലങ്ങളിൽ ഇവർ എഴുതിയ ഇൻഫിനിറ്റ് സീരീസിനെ കുറിച്ചിട്ട് കൃതികൾ ഇപ്പൊ അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയും ലഭ്യമാണ്. ഗണിത യുക്തി ഭാഷ ഓഫ് ജ്യേഷ്ഠദേവനാണ് ഗണിത യുക്തി ഭാഷ എഴുതിയത്. അതേപോലെ തന്ത്രസംഗ്രഹ ബൈ നീലകണ്ഠ സോമയാജി, പിന്നെ സദ്രത്നമാല ശങ്കരവർമ്മൻ. അപ്പൊ ഇതിന്റെയൊക്കെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ സ്പ്രിഞ്ചർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതൊരു ഇന്റർനാഷണൽ പബ്ലിഷറാണ്. ഇപ്പൊ എന്റെ ബുക്സ് ഒക്കെ സ്പ്രിഞ്ചറാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, 10-20 ബുക്സ്. കാരണം നമ്മൾ ഇന്ത്യൻ പബ്ലിഷേഴ്സ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഒരു മടിയുണ്ടാവും. പിന്നെ പബ്ലിഷ് ചെയ്തിട്ട് അത് പേരിയാട്ട് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ വരുമ്പോൾ അവർ നമ്മളെ പബ്ലിക്കേഷന് വേണ്ടി അപ്രോച്ച് ചെയ്യും. അപ്പൊ ഇവരുടെ ഈ നമ്മളെ കേരള സ്കൂളിൽ നിന്നുള്ള കൃതികളൊക്കെ അതിന്റെ ട്രാൻസ്ലേഷനൊക്കെ ഇപ്പോഴും പബ്ലിഷ് ചെയ്തിട്ടുള്ള സ്പ്രിഞ്ചറിനായിരുന്നു. ന്യൂയോർക്കിലെ സ്പ്രിഞ്ചറാണ് പബ്ലിഷ് ചെയ്തത്. അവർ അത്രയും ഇൻട്രസ്റ്റ് എടുത്തു. നമുക്ക് താല്പര്യമില്ല, നമ്മളിൽ പലരും ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ട് ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കാം. പക്ഷെ അവര് താല്പര്യം എടുത്തിട്ട് ന്യൂയോർക്കിൽ സ്പ്രിഞ്ചർ അതിന് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്തിട്ട് അവർ പബ്ലിഷ് ചെയ്ത് അടുത്ത കാലത്താണ്. 2008 സ്പ്രിഞ്ചർ ഒന്ന് പബ്ലിഷ് ചെയ്ത്. അതുപോലെ സദ്രത്നമാല 2011 പബ്ലിഷ് ചെയ്തത്. സ്പ്രിഞ്ചർ അവർ എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അവർ പബ്ലിഷ് ചെയ്തു. അതുകൊണ്ട് ഇപ്പം നമുക്ക് അത് അവൈലബിൾ ആണ്, നമുക്കിത് ഇപ്പോൾ വാങ്ങാനും ലഭിക്കും. അതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അവൈലബിൾ ആണ്. അപ്പം കേരളത്തിൽ ഒരുപാട് മാധവാചാര്യ ഏകദേശം 1100-1200 ആ കാലഘട്ടത്തിൽ, അതുപോലെ ഗോവിന്ദസ്വാമി 800 AD, പിന്നെ മാധവാചാര്യ ഏകദേശം സംഗമഗ്രാമം എറണാകുളത്താണെന്നാണ് കരുതപ്പെടുന്നത്. അതുപോലെ മാധവാസ് ഡിസിപ്ലിൻ പരമേശ്വരാചാര്യ, അതിനുശേഷം നീലകണ്ഠ സോമയാജി തൃക്കണ്ടിയൂര്, പിന്നെ ജ്യേഷ്ഠദേവ 1500 AD. അദ്ദേഹത്തിൻ്റെ ആണ് യുക്തിഭാഷ, അത് മലയാളത്തിലുള്ളതാണ്. യുക്തിഭാഷ മലയാളത്തിലുള്ള കൃതിയാണ്. പിന്നെ നാരായണ ഭട്ടതിരി, അച്യുത ശങ്കരവർമ്മൻ,
അദ്ദേഹമാണ് സദ്രത്നമാല എഴുതിയത്. അങ്ങനെ ഒരുപാട് കേരള സ്കൂൾ ഓഫ് ആസ്ട്രോണോമി ആൻഡ് മാത്തമാറ്റിക്സ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഈ മണ്ണിൽ നിന്ന് തന്നെ ഒരുപാട് വളരെ സബ്റ്റിലായിട്ടുള്ള കൺസെപ്റ്റ്സ്, അതായത് ഇൻഫിനിറ്റ് സീരീസ് പോലെയുള്ള കൺസെപ്റ്റ്സ്, അതായത് ലോകത്തിൽ എല്ലാവരും വിശ്വസിക്കുന്നത് ന്യൂട്ടൺ കണ്ടുപിടിച്ചു എന്നാണ് യൂറോപ്യൻസ് വിശ്വസിക്കുന്നത്. ഇപ്പോഴും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇൻഫിനിറ്റ് സീരീസ് കോൺട്രിബ്യൂഷൻ ന്യൂട്ടന്റെയും ഗ്രക്കോയുടെ ഒക്കെ കോൺട്രിബ്യൂഷൻ ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ന്യൂട്ടനൊക്കെ വരുന്ന 1600 ശേഷമാണ് അവർ ജനിക്കുന്നത് തന്നെ. പക്ഷെ ഇവര് മാധവാചാര്യരുടെ ഇവരുടെ കാലഘട്ടം 1500 മുമ്പാണ്. 1000 1500 BC കാലഘട്ടത്തിലാണ് ഈ 4 കൃതികൾ എഴുതിപ്പെട്ടുള്ളത്. ജ്യേഷ്ഠദേവന്റെയും നീലകണ്ഠ സോമയാജിയും ശങ്കരവർമ്മന്റെ അവരുടെയൊക്കെ കൃതികൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഒരു പഠനം ആവശ്യമാണ്. അതിൽ ആര്യഭടീയത്തില് ഞാൻ പറഞ്ഞു, ആര്യഭടീയം 500 BC ആണ്. 500 BC ഇവർ ഈ കേരള സ്കൂളിനും എത്രയോ മുമ്പ്. അപ്പൊ സാധാരണ ചരിത്രകാരന്മാരെ വിശ്വസിച്ചത് ആര്യഭട്ടനും വരാഹമീറിനൊക്കെ ശേഷം ഒരു 500-600 ആ കാലഘട്ടത്തിന് ശേഷം ഇന്ത്യയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ നിന്നു എന്നാണ് വിചാരിച്ചത്. പിന്നീടാണ് അവർ ഈ 19th സെഞ്ചുറി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫീസേഴ്സ് ഇത് കേട്ടപ്പോഴാണ്, ഇൻഫിനിറ്റ് സീരീസിനെ കുറിച്ചിട്ട് കേരളത്തിൽ നിന്ന് ആൾക്കാർ പറയുന്നത് കേട്ടപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. അതിനുശേഷം ആര്യഭട്ടൻ 500 BC കഴിഞ്ഞു, ബ്രഹ്മഗുപ്തൻ 628 AD കഴിഞ്ഞു, ആര്യഭട്ടൻ 500 AD കഴിഞ്ഞു. അതിനുശേഷം 500 വർഷങ്ങൾക്ക് ശേഷവും അവര് നിർത്തിയിട്ടില്ല. അതിപ്പോഴും നിലവിലുണ്ട്. മാധവാചാര്യ 1300 1200 AD, മാധവാചാര്യ, പിന്നെ ഭാസ്കരാചാര്യ, നീലകണ്ഠ സോമയാജി, പരമേശ്വര, ജ്യേഷ്ഠദേവ, അത് ഇപ്പോൾ 1500 AD വരെയും അവരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട് എന്ന് പിന്നെയാണ് മനസ്സിലാക്കിയത്. അപ്പൊ ആര്യഭട്ടൻ ഒക്കെ ഇവിടെ നിർത്തിയോ അത് തന്നെയാണ് ഇവരും കണ്ടിന്യൂ ചെയ്തത്. ഇവരത് കണ്ടിന്യൂ ചെയ്തു. അപ്പൊ 500 വർഷത്തിനിടയിൽ വേറെ ഗ്രന്ഥങ്ങളൊന്നും വന്നില്ല. പക്ഷെ ഇത് ഓറൽ ട്രഡീഷൻ ആയിട്ട് ഇപ്പൊ പഠിച്ച എല്ലാവരും പുസ്തകം എഴുതണമെന്നില്ല. അപ്പൊ തലമുറകളായിട്ട് പകർന്നു പോയിട്ടുള്ളതായിരിക്കാം. കാരണം ആര്യഭട്ടത്തിന്റെ കൺസെപ്റ്റ്സ് പലതും ഇവർ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ആ ലെഗസി അവർ കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ആര്യഭടീയത്തില് ഇപ്പൊ പൈക്കുള്ള ഒരുപാട് വാല്യൂസ് ഞാൻ പറഞ്ഞു. ആര്യഭടീയത്തിൽ പറയുന്നത് ശ്ലോകം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ശ്ലോകമാണ്. ചതുരധികം ശതം അഷ്ടഗുണം ദ്വാഷഷ്ടിസ്തഥാ സഹസ്രാണാം അയുധദ്വയ വിഷ്കംഭസ്യാൻ സന്നോ വൃത്തപരിണാഹ. ചതുരധികം ശതം അഷ്ടഗുണം ദ്വാഷഷ്ടി തഥാ സഹസ്രാണാം. 100 പ്ലസ് 4 ഗുണം 8 ആൻഡ് 62,000 എഴുതുക. ദ്വാഷഷ്ടി തഥാ സഹസ്രാണാം 62,000 അതിനോട് കൂട്ടുക. എന്നുവെച്ചാൽ 68,832 ഡിവൈഡഡ് ബൈ 20,000. അപ്പൊ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 62,832 ബൈ 20,000. അതിന്റെ വാല്യൂ ഏത്? 3.1416. നമ്മളെ ശുൽഭസൂത്രയിൽ തന്നിട്ടുള്ള വാല്യൂ 3.008 ആയിരുന്നു. ആര്യഭടീയത്തിൽ 3.1416. ഇത് ശുൽഭസൂത്ര എന്ന് പറഞ്ഞാൽ ഏകദേശം 800 BC കാലഗണന. 800 BC. ആര്യഭടീയ 500 AD. പിന്നെ മാധവ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള അതൊരു 16 ഡെസിമൽ പ്ലേസ് അങ്ങോട്ട് പോകുന്ന വളരെ കൃത്യമായിട്ടുള്ളൊരു വാല്യൂ നമുക്ക് തന്നത് മാധവ 3.14. അത് വളരെ പെർഫെക്റ്റ് അപ് ടു 16 ഡെസിമൽ പ്ലേസ്. അത് നമുക്ക് വന്നത് മാധവ ഏകദേശം 1100 AD. അപ്പൊ കാലം പോകുന്നവരെ നമ്മൾ എത്ര അക്യുറേറ്റ് ആവുന്നത്. ഇത് ശുൽഭസൂത്രത്തിലുള്ളത് ബൗദ്ധായ ശുൽഭസൂത്ര 800 BC. അപ്പൊ 800 BC എന്ന് പറഞ്ഞാൽ 800 പ്ലസ് അങ്ങനെ ഏകദേശം 1300 കൊല്ലങ്ങൾക്ക് ശേഷം ആര്യഭടന്റെ 3.1416 വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളത്. കാരണം നമ്മളിപ്പോൾ കാൽക്കുലേഷൻ 3.14 എന്നേ ഉപയോഗിക്കുള്ളൂ. നമ്മളിപ്പോൾ ഏത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിലും നമ്മൾ എന്ത് കണ്ടാൽ പൈലെ വാല്യൂ 3.14. കാരണം അത്ര അക്യുറസി മതി. പക്ഷെ നമ്മളെ ഭാരതത്തിലെ ശാസ്ത്രജ്ഞർ അവിടെ നിർത്തിയില്ല. അവർക്ക് വീണ്ടും ശരിയിൽ കൂടുതൽ ശരിയോ. അപ്പോഴാണ് മാധവ 16 ഡെസിമൽ പ്ലേസ് വരെയുള്ള കുറച്ചും കൂടി വളരെ ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ളത് കൊണ്ട് അത് ഏകദേശം 600 വർഷങ്ങൾക്ക് ശേഷം 1100 AD. അതുപോലെ സം ഓഫ് സ്ക്വയേഴ്സ് നമ്മളിപ്പോൾ പലതും നാച്ചുറൽ സീരീസ് എന്ന് പറയും. അപ്പൊ ആര്യഭട്ട വന്നിട്ടുള്ള ഗണിതപാത ഓഫ് ആര്യഭടീയത്തിൽ വന്നിട്ടുള്ള അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയും. ഇപ്പൊ നമ്മൾ അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ ഒരു ശ്ലോകം
സൈകസഗച്ഛദ്വദാനാം ക്രമാത് ത്രിസംവർഗിതസ്യ ഷഷ്ഠോശഃ വർഗചിതിഘന സംഭവേ ചിതിവർഗോ ഘനചിതിഘനശ്ച. അപ്പോൾ ഈ 1 സ്ക്വയർ പ്ലസ് ഇതിനുള്ള ഇക്വേഷൻസ് അരിത്മെറ്റിക് പ്രോബ്ലം 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ അതിനുള്ള ഇക്വേഷൻസ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ പ്ലസ് n സ്ക്വയർ വരെ ഏതെങ്കിലും ഒരു സംഖ്യ n എന്ന സംഖ്യ നമ്മൾ നിർത്തുകയാണെങ്കിൽ പ്ലസ് n സ്ക്വയർ വരെയുള്ള ഇക്വേഷൻസ് അത് ശ്ലോക രൂപേണ ആര്യഭട്ടൻ പറഞ്ഞിട്ടുള്ളതാണ്. n ഇൻറ്റു n പ്ലസ് 1 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെ 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് n ക്യൂബ് അതിനുള്ള ഇക്വേഷൻസ് തന്നിട്ട് ഇത് വേണമെങ്കിൽ നമുക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോഴും അരിത്മെറ്റിക് പ്രോഗ്രഷൻ നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ n എന്നുള്ള നമ്പർ നമ്മൾ 10 വരെ എടുത്തോളും. അപ്പോൾ 1 സ്ക്വയർ 1 2 സ്ക്വയർ 4 3 സ്ക്വയർ 9 4 സ്ക്വയർ 16 5 സ്ക്വയർ 25 അതെല്ലാം കമ്മി ചെയ്ത് നോക്കിയാൽ കിട്ടുന്ന വാല്യൂ ഇത് തന്നെയായിരിക്കും. n എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 10 × 11 × 21/6 ഏതാണ് വാല്യൂ അത് തന്നെയാണ് നമുക്ക് കിട്ടുക. ഇത് ആര്യഭടീയത്തിൽ 500 BC തന്നിട്ടുള്ള സൂത്രമാണ്. 500 BC ആര്യഭടീയത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ശ്ലോക രൂപേണ. 500 BC ആണെന്ന് അറിയിക്കണം. 500 AD ആര്യഭടൻ 500 AD ശുൽഭസൂത്ര BC ഇത് 500 AD അല്ലെങ്കിൽ കോമൺ എറർ എന്ന് പറയും. അതുപോലെ ഈശാവാസ ഉപനിഷത്തിലെ ശാന്തിമന്ത്രം നമുക്കറിയാം. പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. അപ്പോൾ അതിൽ ബ്രഹ്മപൂർണ്ണത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടുമുണ്ട്. അതിൽ 0 എന്ന കൺസെപ്റ്റും ഉണ്ട്, ഇൻഫിനിറ്റി എന്ന കൺസെപ്റ്റും രണ്ടുമുണ്ട്, അബ്സല്യൂട്ട് റിയാലിറ്റി. അപ്പം അത് ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ ഗണിതശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതിൻ്റെ ഫിലോസഫിക്കലായിട്ടുള്ള ഒരുപാട് കൺസെപ്റ്റ് വേറെയുണ്ട്. അതായത് അൾട്ടിമേറ്റ് ട്രൂത്ത് പരമസത്യത്തെ തേടിയുള്ള അതിന് കോംപ്ലിമെന്ററി ആയിട്ട് വ്യാവഹാരിക തലത്തിൽ ഞാൻ പറഞ്ഞ പോലെ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടും മറ്റൊക്കെയാണ് ഇവർ ഈ ആസ്ട്രോണോമിയും ഗ്രഹനിലകളും ഗണിതവും ജോമെട്രിയും ഒക്കെ ഉപയോഗിച്ചത് അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനു വേണ്ടിയുള്ള റിസർച്ച് നടത്തി. പക്ഷെ അവരെല്ലാം റിസർച്ച് നടത്തിയത് ആ പരമസത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ്. ആ എല്ലാത്തിനും ആധാരമായിട്ടുള്ള പരമസത്യം. കാരണം ഇത് നമ്മുടെ വേദങ്ങൾ തന്നെ അപൗരുഷയങ്ങളാണ്. എല്ലാം ബ്രഹ്മത്തിൽ നിന്ന് വന്നു എന്ന ആ പരമസത്യത്തിന് പൂർണ്ണ വിശ്വാസം. അതാണ് ഒരു തപസ്സാണ്. ആ ഒരു തപസ് ചെയ്യുമ്പോഴാണ് അവരുടെ ഇന്റലക്ട് ക്ലിയർ ആയിട്ട് ഇങ്ങനെ പല ദർശനങ്ങളും വന്നിട്ടുള്ളത്. അതുപോലെ പാണിനിയുടെ അഷ്ടാധ്യായം എന്ന് പറഞ്ഞാൽ 500 BC. പാണിനിയുടെ അഷ്ടാധ്യായി 500 BC. ക്രിസ്തുവിനും 500 വർഷം മുമ്പ് അദ്ദേഹം പറയുന്നുണ്ട് അദർശനം ലോപഹ. ലോപം എന്ന് പറഞ്ഞാൽ ശൂന്യം അല്ലെങ്കിൽ പൂജ്യത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ ചന്ദസൂത്ര 300 BC ചന്ദസൂത്രയിലും രൂപേ ശൂന്യം എന്നുള്ള വാക്കുണ്ട്, പൂജ്യത്തെ സൂചിപ്പിക്കുന്നത്. അതുപോലെ ബ്രഹ്മസ്ഫുട സിദ്ധാന്ത 628 AD പൂജ്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു. സംഖ്യയായിട്ടും ഡെസിമൽ സിസ്റ്റം ഒക്കെ ബ്രഹ്മഗുപ്തന്റെ കോൺട്രിബ്യൂഷനാണ്. വളരെ വ്യക്തമായിട്ട് ഘനയോർ ഘനമൃണയോർ ഘനരത്നയോർ അന്തരം സമൈക്യം ഘം ഘം ഋണമൈക്യം ച ഘനമൃണ ഘനശൂന്യയോ ശൂന്യം ഊനമധികദ്വിശോഗ്യം ഘനം ഘനാദൃണമൃണാധികതിമൂനാത് വ്യസ്തം തദന്തരം സ്യാദനം ഘനം ഘനമൃണം ഭവതി. അതിൻ്റെ ശൂന്യത്തെ കുറിച്ചിട്ട് അതിനെങ്ങനെ ലോപിക്കണം, അതിനെ ഡെസിമലായിട്ട് എങ്ങനെ ഉപയോഗിക്കണം, സംഖ്യയായിട്ട് എങ്ങനെ ഉപയോഗിക്കണം, വളരെ വ്യക്തമായിട്ട് ബ്രഹ്മസ്ഫുട സിദ്ധാന്തം ബ്രഹ്മഗുപ്തനോട് കൂടിയിട്ട് അത് ആ ഒരു സയൻസ് തന്നെ ഗണിതശാസ്ത്ര നമ്മൾ പ്രയോഗിക്കുന്ന വ്യാവഹാരിക തലത്തിൽ ഉപയോഗിക്കുന്ന രീതി തന്നെ അത് മാറ്റി ഒരു വിപ്ലവമായിട്ടുള്ള ഒരു മാറ്റമായിരുന്നു. ഡെസിമൽ സിസ്റ്റവും സംഖ്യാ സിസ്റ്റവും ഇന്ത്യൻ ന്യൂമറൽ സിസ്റ്റവും പൂജ്യയെ ഡിജിറ്റായിട്ട് കൊണ്ടുവന്നതും നെഗറ്റീവ് നമ്പേഴ്സ് -1 -2 അങ്ങനെയുള്ളതും അതുപോലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസും സൊല്യൂഷൻസ്. അപ്പോൾ ബ്രഹ്മഗുപ്തന്റെ കോൺട്രിബ്യൂഷൻ ഈ ബ്രഹ്മഗുപ്തനെല്ലാം ആര്യഭടീയത്തെ ബേസ് ചെയ്തിട്ടാണ് ആര്യഭടീയത്തെയും മറ്റും വേദാന്ത ജ്യോതിഷത്തെയും ബേസ് ചെയ്തിട്ടാണ് ഈ സൂത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അതിനുശേഷം 1150 AD ഭാസ്കരാചാര്യ II ലീലാവതിയുടെ ഗ്രന്ഥകർത്താവ് അദ്ദേഹം ഒരുപാട് സൂത്രങ്ങൾ കൊണ്ടുവന്നു. പിന്നെ ബ്രഹ്മഗുപ്തന്റെ സൈക്ലിക് ക്വാഡ്രിലേറ്റർ എന്നുള്ള ഒരു ഫോർമുല
അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോഴത്തെ ഞാനൊക്കെ ബിടെക് പഠിക്കുന്ന സമയത്ത്, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് നമുക്ക് മാത്തമാറ്റിക്സിന് 4 കോഴ്സുണ്ട്. മാത്തമാറ്റിക്സ് 1, മാത്തമാറ്റിക്സ് 2, മാത്തമാറ്റിക്സ് 3, മാത്തമാറ്റിക്സ് 4. അത് നമ്മൾ ഇൻഫിനിറ്റ് സീരീസ് പഠിക്കുന്നുണ്ട്, ഫോറിയർ സീരീസ് പഠിക്കുന്നുണ്ട്, ലാപ്ലേസ് ട്രാൻസ്ഫോം പഠിക്കുന്നുണ്ട്. അതുപോലെ പഠിക്കുന്ന സൊല്യൂഷനാണ് ഇതും. ബ്രഹ്മഗുപ്തൻ്റെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽസിനുള്ള സൊല്യൂഷൻ. ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഇതിന് ഓരോ ഡയഗണൽസ് 4 സൈഡ് ABCD EF എടുക്കുകയാണെങ്കിൽ ABCD EF ABCD F എടുക്കുകയാണെങ്കിൽ സൈക്കിൾ ക്വാഡ്രിലാറ്ററിനുള്ള ഡയഗണൽ ഇയും എഫിനുള്ള വാല്യൂ, ഇന്റെ ലെങ്ത് എത്രയായിരിക്കും, ഈ എഫിന്റെ ലെങ്ത് എത്രയായിരിക്കും എന്നുള്ള ഇക്വേഷൻ വളരെ കൃത്യമായിട്ട് ബ്രഹ്മഗുപ്ത തന്നിട്ടുണ്ട്. E is equal to square root of AD plus BC, AD plus A into D into AD plus BC into AC plus BD into AC plus BD divided by AB plus CD divided by AB plus CD. ഇത് ശ്ലോക രൂപേണ. അപ്പൊ ബ്രഹ്മഗുപ്തൻ ഗണിതശാസ്ത്രജ്ഞൻ കൂടിയല്ല, ഒരു സാഹിത്യകാരൻ കൂടിയാണ്, ഒരു കവി കൂടിയാണ്. ഇത് ശ്ലോക രൂപേണയാണ് വളരെ മനോഹരമായിട്ട് ഇത് പറഞ്ഞു വെച്ചിട്ടുള്ളത്. മൂലം ദ്വേഷ്ടവർഗ ഗുണകഗുണാദിഷ്ടയുത വിഹീനാശ്ച ആദ്യപദ്യോ ഗുണഗണഗുണ സഹാന്യ ഖാദേന കൃതമ. അതിങ്ങനെ വളരെ നീളത്തിൽ ആ സൂത്രങ്ങൾ പോവാണ്, ശ്ലോകങ്ങൾ പോവാണ്. അപ്പോൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഫോർമുല, ഇത് ബ്രഹ്മഗുപ്തന്റെ ഒരു കോൺട്രിബ്യൂഷൻ. ഇത് നമ്മൾ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നതാണ്, മാത്തമാറ്റിക്സ് പഠിക്കുന്നതാണ്. നമ്മുടെ പല ഡിസൈൻസിലും നമ്മൾ ഈ ഫോർമുലാസ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഒരു ഇപ്പോഴത്തെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട്. അതെ, ഇതിനൊക്കെ ഇപ്പോൾ ഗണിതം എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, മാത്തമാറ്റിക്സിന് എല്ലായിടത്തും അപ്ലിക്കേഷൻ ഉണ്ട്. ഏത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാലും മാത്തമാറ്റിക്സ് ആണ്. നമ്മൾ പൈയുടെ വാല്യൂ പറഞ്ഞു, പൈ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു സ്ട്രക്ചർ ഉണ്ടെന്ന് ചോദിക്കാം. നമ്മളിപ്പോൾ ഒരു സിംപ്ലി കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രക്ചറൽ ഡൈനാമിക്സ്, ഫണ്ടമെന്റൽസ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയും. ഇതൊക്കെ വളരെ ഇപ്പോൾ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ആണ് ഇതൊക്കെ എവോൾവ് ചെയ്ത്. സ്ട്രക്ചറൽ ഡൈനാമിക്സിൻ്റെയൊക്കെ ബുക്സ് ഒക്കെ വന്നിട്ട് ഇപ്പോൾ 40 കൊല്ലം കൂടി ആയിട്ടില്ല. അപ്പോൾ ഈ ഫണ്ടമെന്റൽസ് ഓഫ് വൈബ്രേഷനിൽ നമ്മൾ ഇതൊരു സ്പ്രിംഗ് ആണ്, വിത്ത് സ്പ്രിംഗ് കോൺസ്റ്റന്റ് K, ഇതൊരു മാസ്. ഈ ഒരു മാസ് ഈ ഒരു സ്പ്രിംഗിലിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ അപ്പോൾ അത് നമ്മൾ ഒന്ന് ഈ മാസം ഒന്ന് വലിച്ച് വിട്ട് കഴിഞ്ഞാൽ ഇത് ആടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷൻ, അതിൻ്റെ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം നമ്മൾ വരയ്ക്കുമ്പോൾ, വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇതൊരു W ഉണ്ട്. W എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ mg. അതേപോലെ Kz സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും, അത് ഇങ്ങോട്ടേക്ക് ഉണ്ടാവും. അത് നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഈ Z എന്ന് പറയുന്നത് ആക്സലറേഷൻ, Z ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ആണ്. അപ്പോൾ Z എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് വലിച്ചു വിട്ട് കഴിഞ്ഞാൽ അതിനൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും, ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, അതിനൊരു സ്പീഡ് ഉണ്ടാവും, ഗതി ഉണ്ടാവും, വേഗത ഉണ്ടാവും, അത് വെലോസിറ്റി. അതുപോലെ അതിനൊരു ആക്സലറേഷൻ ഉണ്ടാവും. ആക്സലറേഷൻ ആണ് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ തട്ടി വിടുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഫോഴ്സ് കൊടുത്ത് തട്ടി വിടുകയാണെങ്കിൽ ആക്സലറേഷൻ ഉള്ളത് കൊണ്ടാണ് അത് നീങ്ങുന്നത്. ഇവിടെ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്തു. അതുപോലെ വണ്ടിയുടെയാണ്, നമുക്ക് ആക്സലറേറ്റർ കൊടുക്കുമ്പോൾ ആക്സലറേഷൻ
ആ ഒരു ഫോഴ്സ് ആക്സിലറേറ്റർ കൊടുക്കുമ്പോഴാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ട് കുറച്ച് ദൂരം പോകുമ്പോൾ തന്നെ നിൽക്കും, ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ അത് പോയിക്കൊണ്ടേയിരിക്കും. ഇവൻ എയർ റെസിസ്റ്റൻസ് ആണ്, ഊഞ്ഞാലാടുമ്പോഴും അതെ, എയർ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ ഒരിക്കൽ ആടിവിട്ട് അത് ആടിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ എയർ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഒരു ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പൊ ആ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഫ്രീക്വൻസി ഓരോ സിസ്റ്റത്തിനും ഒരു നാച്ചുറൽ ഫ്രീക്വൻസി. ഈ കേസിൽ സർക്കുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒമേഗ എൻ ഈക്വൽ ടു റൂട്ട് കെ ബൈ എം. അതായത് ഈ സ്പ്രിങ്ങിന്റെ സ്റ്റിഫ്നെസ്സും ഈ മാസും ആണ് ഈ ഒമേഗ എൻ. സർക്കുലർ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒമേഗ എൻ ഈക്വൽ ടു റൂട്ട് കെ ബൈ എം എന്നാണ് പറയുക. അപ്പൊ സർക്കുലർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒമേഗ എൻ ഈക്വൽ ടു 2π ഫ്രീക്വൻസി, സാധാരണ ഫ്രീക്വൻസി. ഇത് എവിടെയും നമുക്ക് പൈന്റെ ആപ്ലിക്കേഷൻ ആണ് വരുന്നത്. ഏത് ശുൽഭസൂത്രത്തിൽ പറഞ്ഞിട്ടുള്ള അതേ പൈന്റെ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരാൾ ഊഞ്ഞാലാടുന്ന ഫ്രീക്വൻസി ഉണ്ടല്ലോ, അതാണ് നമ്മളിപ്പോ റെസൊണൻസ് എന്ന് പറയും. ഫ്രീക്വൻസി ഓഫ് ഫോഴ്സും നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന്റെയും ആ സിസ്റ്റത്തിന്റെ ഫ്രീക്വൻസി സെയിം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ടർബുലൻസ് ഉണ്ടായി ഊഞ്ഞാലിൽ ഇരിക്കുന്ന ആൾ വീഴും. അതുപോലെ ബിൽഡിംഗ് തന്നെ, ബിൽഡിംഗ് ഒരു ഭൂമി കുലുക്കം ഉണ്ടാകുമ്പോൾ ഭൂമി കുലുക്കത്തിനൊരു ഫ്രീക്വൻസി ഉണ്ട്, ഈ ബിൽഡിങ്ങിന് ഒരു ഫ്രീക്വൻസി ഉണ്ട്. ഈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. ഒരു ബിൽഡിങ്ങിനുള്ള ഏതൊരു സ്ട്രക്ചറിനും ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് കെ ബൈ എം. കെ എന്ന് പറയുന്ന സ്റ്റിഫ്നെസ്, എം എന്ന് പറഞ്ഞ മാസ്. അത് ഒരു സർക്കുലർ നാച്ചുറൽ ഫ്രീക്വൻസി. നമ്മുടെ എൻ്റെ ശരീരത്തിന് ഒരു ഫ്രീക്വൻസി ഉണ്ട്, ഈ ഐപാഡിനും ഒരു ഫ്രീക്വൻസി ഉണ്ട്, ഈ മേശയ്ക്ക് ഒരു ഫ്രീക്വൻസി ഉണ്ട്. അതുകൊണ്ടാണ് ഗ്ലാസിന് ഒരു ഫ്രീക്വൻസി ഉണ്ട്. ഇപ്പോൾ ഒരു ഗ്ലാസ് വിൻഡോ ഉണ്ടെങ്കിൽ മ്യൂസിക് കൊണ്ട് ഗ്ലാസ് പൊട്ടുന്ന ഡെമോൺസ്ട്രേഷൻസ് ഉണ്ട്. ചില രാഗങ്ങൾ ചില രീതിയിൽ പാടി കഴിഞ്ഞ് ഗ്ലാസ് പൊട്ടും. അത് ആ പാട്ടിന്റെ ഫ്രീക്വൻസി, അതൊരു എക്സ്റ്റേണൽ ഫ്രീക്വൻസിയാണ്. ആ സിസ്റ്റത്തിന്റെ ഫ്രീക്വൻസി അതാവുമ്പോൾ റെസൊണൻസ് ഒന്ന് പൊട്ടുന്നത്. അതുപോലെ പാലങ്ങളിൽ എത്തുമ്പോൾ പട്ടാളക്കാർ മാർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പാലങ്ങളിൽ എത്തുമ്പോൾ അവർ നിർത്തും. കാരണം മാർച്ച് ചെയ്യുമ്പോൾ ഒരേ താളത്തിൽ ഒരേ ഫ്രീക്വൻസി ചെയ്യുമ്പോൾ അത് പാലത്തിന്റെ ഫ്രീക്വൻസിയായി മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ റെസൊണൻസ് ഉണ്ടായാൽ പൊട്ടിപ്പോകും. വളരെ അത്ഭുതമാണ്. അപ്പോൾ ഫ്രീക്വൻസി, അതുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് നഗ്നേത്രങ്ങൾ കൊണ്ട് നമ്മൾ അല്ലെങ്കിൽ വിശ്വസിക്കാൻ പ്രയാസമുള്ളതാണ്. പക്ഷേ ആ ഫ്രീക്വൻസി അവർ ഇൻഹറന്റ് ആണ്, ആ സിസ്റ്റത്തിൽ ഇൻഹറന്റ് ആണ്. ആ ഫ്രീക്വൻസി ആയിട്ട് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ there will be a resonance. അപ്പോൾ അത് ഡിഫൈൻ ചെയ്യുന്ന ആ നാച്ചുറൽ ഫ്രീക്വൻസി ഡിഫൈൻ ചെയ്യുന്ന ഒമേഗ എന്ന് പറഞ്ഞ 2π അല്ലെങ്കിൽ 2π എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫ്രീക്വൻസി നോർമൽ ഫ്രീക്വൻസി സൈക്കിൾസ് പെർ സെക്കൻഡ്. സൈക്കിൾസ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു സൈക്കിളാണ്. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ പോയി, അതാണ് സൈക്കിൾസ് പെർ സെക്കൻഡ്. ഇവിടുന്ന് തുടങ്ങിയ അതേ സ്ഥലത്ത് എത്താനുള്ളതാണ് ടൈം പീരീഡ്, അത് ടൈം പീരീഡ്. അപ്പോൾ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/t, എഫ് ഈസ് ഈക്വൽ ടു 1/t. അതാണ് നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. അതിന് ആംഗുലർ ഫ്രീക്വൻസിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒമേഗ ഇൻ ഈക്വൽ ടു 2π ആവും. അവിടെയും വരുന്നത് ഈ 2π ആണ്. ശുൽഭസൂത്രത്തിൽ പറഞ്ഞിട്ടുള്ള 2π തന്നെയാണ്. ഇതിന്റെയും പരാമർശങ്ങൾ നമ്മളെ വേദഗ്രന്ഥങ്ങളിലുണ്ട്. ഞാൻ ആ സബ്ജക്റ്റിലോട്ട് കൂടുതൽ പോകുന്നില്ല. കാരണം ഒരു ഭൂമികുലുക്കം വന്നു കഴിഞ്ഞാൽ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ സ്ട്രക്ചർ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്നുള്ളതും ഇതിനെ ആധാരപ്പെടുത്തിയിട്ടുള്ളതാണ്. കാരണം ഓരോ സ്ട്രക്ചറിനും ഒരു ഫ്രീക്വൻസി ഉണ്ട്, ഓരോ സിസ്റ്റത്തിനും ഒരു ഫ്രീക്വൻസി ഉണ്ട്. അപ്പൊ പുറത്തുനിന്നുള്ള ഒരു ഏതൊരു ഫോഴ്സും ആ ഫ്രീക്വൻസി ആ സിസ്റ്റത്തിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയായി മാച്ച് ചെയ്ത് കഴിഞ്ഞാലാണ് റെസൊണൻസ് ഉണ്ടായി ടർബുലൻസ് ഉണ്ടാവുക. അപ്പൊ നമ്മളിപ്പോ ആധുനിക ശാസ്ത്രത്തിലായാലും എന്ത് എഞ്ചിനീയറിംഗ് വർക്കിലായാലും പലതും ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ബേസിസ് പറഞ്ഞാൽ ഒരു പരമ ആധാരമായിട്ടുള്ളതൊക്കെ ഈ വേദാന്ത ജ്യോതിഷനുള്ള ഗണിതം തന്നെയാണ്. പ്രത്യേകിച്ച് പൈ പോലെയുള്ള കൺസെപ്റ്റ് അത് അത്രയും 800 BC തന്നെ ഡിസ്കസ് ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ ഒരുപാട് സൂത്രങ്ങളുണ്ട്, ഞാൻ എല്ലാത്തിലോട്ടും കടക്കുന്നില്ല. അപ്പം മിഡീവൽ പീരീഡിൽ മാധവ, പരമേശ്വര, നീലകണ്ഠ സ്വാമിയാജി ഇവരൊക്കെ കേരളത്തിൽ നിന്നുള്ളവരാണ്. യുക്തിഭാഷ, ജ്യേഷ്ഠദേവന്റെ യുക്തിഭാഷ മലയാളത്തിൽ എഴുതിയിട്ടുള്ള കൃതിയാണ്. മലയാളത്തിലാണ്, അതിന്റെ മൂലകൃതി തന്നെ മലയാളത്തിലാണ്. പിന്നെ ശങ്കരവാര്യരുടെ 1540 ശങ്കരവാര്യർ അദ്ദേഹത്തിന്റെ യുക്തിദീപിക, പ്രിയാകുമാരി, അച്യുത പിഷാരടി അദ്ദേഹം 1550 തൊട്ട് 1621 കാലഘട്ടത്തിൽ ജീവിച്ചതാണ്. അദ്ദേഹത്തിന്റെ സ്ഫുടനിർണയ തന്ത്ര എന്നുള്ള ഗ്രന്ഥം. പിന്നെ പുതുമന സ്വാമിയാജി, അദ്ദേഹം 1550 ശേഷമാണ്. അദ്ദേഹത്തിന്റെ കരണപദ്ധതി എന്ന ഗ്രന്ഥം. പിന്നെ മാധവ സീരീസ്, മാധവ സീരീസിന്റെ പൈക്കുള്ള വാല്യൂ ഞാൻ പറഞ്ഞത് ശില്പസൂത്രാല് 3.08, ആര്യഭട്ട 3.1416. പിന്നെ മാധവ ആണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, അത് ശ്ലോക രൂപേണ മാധവ പറഞ്ഞിട്ടുള്ളത്. വ്യാസേ വാരിധി നിഹതേ, വ്യാസേ വാരിധി നിഹരതേ, രൂപഹൃതേ വ്യാസസാഗരാഭിഹതേ,
त्रिशरादिविषमः संख्या भक्तमृणं स्वं पृथक् क्रमात् कुर्यात् यस्संख्या अत्र हरणे कृते निवृत्ता हृदिस्तु जमितया तस्या ऊर्ध्वगतया समसंख्या तद्दलं गुणवन्ते स्यात् तद्वर्गे रूपयुतो हारो व्यासाब्धियागत प्राग्वत् ताभ्यामाप्तं स्वमृणे कृते घनेष्वेप एव करणीयः लब्धः परिधि सूक्ष्मो बहुकृतो हरणातो അതിസൂക്ഷ്മഃ സ്യാത്. അതാണ് ലെബിനിസ് സീരീസ് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ലെബിനിസ് സീരീസ് എന്ന് പറയുന്നത് അത് ശരിക്കും മാധവ സീരീസ് സംസ്കൃതത്തിൽ ശ്ലോകരൂപേണ അദ്ദേഹം പറഞ്ഞിട്ടുള്ള സീരീസ് ആണ്. പരിധി ഈസ് ഈക്വൽ ടു 4 into വ്യാസ. പരിധി ഈസ് ഈക്വൽ ടു പരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റളവ് ഈസ് ഈക്വൽ ടു 4 into വ്യാസ എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ അല്ലേ. വ്യാസം എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഇൻറ്റു അദ്ദേഹം ശ്ലോകരൂപേണ ഇങ്ങനെയാണ് പറഞ്ഞത്. ഒരു വൃത്തത്തിന്റെ ചുറ്റളവും വ്യാസവും തമ്മിലുള്ള ബന്ധം ശ്ലോകരൂപേണ പറഞ്ഞതാണ്. ഇൻറ്റു 1 - 1/3 പ്ലസ് 1/3 പ്ലസ് 1/5 മൈനസ് 1/7. അപ്പൊ ആ നേരത്തെ പറഞ്ഞ ശ്ലോകമാണ് ഈ ഫോർമുല. ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് ഈസ് ഈക്വൽ ടു 4 ഗുണം വ്യാസം ഗുണം 1 - 1/3 പ്ലസ് 1/5 മൈനസ് 1/7 പ്ലസ് 1/9 മൈനസ് 1/11. അതെങ്ങനെ പോകും. അപ്പൊ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ പരിധി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 5d 2πr. 4 into വ്യാസം എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ. അപ്പൊ ഇൻറ്റു സെയിം തിങ് then pi is equal to 4 into 1 - 1/3 പ്ലസ്. ഇങ്ങനെയാണ് അത് ഒരു കാര്യരൂപേണ പറഞ്ഞു. വൃത്തത്തിനെ ആധാരമാക്കിയിട്ടാണ് പറഞ്ഞത്. വൃത്തത്തിന്റെ പരിധിയും ചുറ്റളവും വ്യാസവും തമ്മിലുള്ള റിലേഷൻ അദ്ദേഹം ശ്ലോകരൂപേണ പറഞ്ഞു. അപ്പൊ വൃത്തവും വ്യാസവും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. പരിധി ചുറ്റളവും വ്യാസവും എന്ന് പറഞ്ഞാൽ ചുറ്റളവ് പറഞ്ഞാൽ 2πr അല്ലെങ്കിൽ πd, വ്യാസം എന്ന് പറഞ്ഞാൽ d. അപ്പൊ അതിൽ നിന്ന് നമുക്ക് പൈന്റെ വാല്യൂ കിട്ടും. അപ്പൊ ഇങ്ങനെ ഒരു ശ്ലോകരൂപേണാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിന് ലെബനിസ് സീരീസ് എന്നാണ് ഇപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ അറിയപ്പെടുന്നത്. ശരിക്കും ഒറിജിനലി ദാറ്റ് ഈസ് മാധവ സീരീസ്. വളരെ മുമ്പ് തന്നെ 1170 തന്നെ വന്നിട്ടുള്ള മാധവ സീരീസ് ആണ്. അതുപോലെ ഒരുപാട് സൂത്രങ്ങളുണ്ട് ശ്ലോകരൂപേണ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മാധവ 11 ഡെസിമൽ പ്ലേസ് വരെ അക്യുറേറ്റ് ആയിട്ട് പൈ പറഞ്ഞു എന്നാണ്. അതിന് വേറെ ഒരു ശ്ലോകമുണ്ട് മാധവ തന്നത് തന്നെ. ഞാനത് വായിക്കുന്നില്ല. നമുക്ക് എത്ര സമയമുണ്ട് ഇനി? സമയം എത്രയായി? 1 മണിയായ? അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യാമല്ലേ. അപ്പൊ ഈ പൈക്ക് ഞാൻ പറഞ്ഞു ശുൽഭസൂത്ര മാത്രമല്ല, അതിനുശേഷം വന്ന് ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ പൈക്കുള്ള വാല്യൂസ് വന്നിട്ടുണ്ട്. അപ്പൊ അതില് ഈജിപ്തിൽ നിന്നുള്ള ഒരു പാപ്പിറസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് തന്നിട്ടുള്ള വാല്യൂ ഉണ്ട്. അദ്ദേഹത്തിന്റെ അക്യുറസി 1 ഡെസിമൽ പ്ലേസ് ആണ്. ബാബിലോണിൽ നിന്നുള്ള അക്യുറസി 1 ഡെസിമൽ പ്ലേസ്. ശുൽഭസൂത്രാസിലുള്ള അക്യുറസി 1 ഡെസിമൽ പ്ലേസ്, കാരണം 3.08 ആണ്. പിന്നെ ജൈന ഗ്രന്ഥങ്ങൾ 500 BC അക്യുറസിയും 1 ആണ്. അത് 3.16 ആണ് പറയുന്നത്. ശരിക്കും 3.14 ആണല്ലോ. ആർക്കിമിഡീസ് അക്യുറസി 2 ഡെസിമൽ പ്ലേസ്. പിന്നെ അതുപോലെ ഒരുപാട് ചൈനീസ് എന്നുള്ള സയന്റിസ്റ്റിന്റെ അക്യുറസി ഉണ്ട്. ആര്യഭട്ടന്റെ അക്യുറസി 4 ഡെസിമൽ പ്ലേസ് വരെ കറക്റ്റ് ആണ്, 3.1416. മാധവ 11 ഡെസിമൽ പ്ലേസ് വരെ കറക്റ്റ് ആണ് മാധവന്റെ അക്യുറസി. പിന്നെ അതിനുശേഷം ഒരുപാട് വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ളത് രാമാനുജന്റെ ശ്രീനിവാസൻ രാമാനുജന്റെ അക്യുറസി പറഞ്ഞാൽ 17 മില്യൺ ഡെസിമൽ പ്ലേസ്, 17 ദശലക്ഷം ഡെസിമൽ പ്ലേസ് വരെയുള്ള അക്യുറസിയാണ് ശ്രീനിവാസ രാമാനുജൻ നമുക്ക്. അത് അടുത്ത 100 കൊല്ലം മുമ്പാണ്. പിന്നെ ജസ്റ്റ് 10 കൊല്ലം മുമ്പ് 2010 വേറെ കോണ്ടോ എന്ന് പറയുന്ന വേറൊരു സയന്റിസ്റ്റ് 5 ട്രില്യൺ കോടിക്കണക്കിന് ഡെസിമൽ പ്ലേസ് വരെ അക്യുറസി, കാരണം ഇപ്പോഴത്തെ കമ്പ്യൂട്ടേഷന് ഇത് ടൂൾസ് വെച്ചിട്ട് അത് ചെയ്യാവുന്നതാണ്, തന്നിട്ടുണ്ട്. ജസ്റ്റ് നമ്മളൊരു കാലഘട്ടത്തിന്റെ ഇതും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അപ്പൊ നമ്മളെ വേദാംഗ ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഏകദേശം 5000 BC മുമ്പുള്ളതാണ്. ഇവൻ നമ്മൾ ഇപ്പോഴുള്ള ചരിത്രകാരന്മാർ പറയുന്നത് വിശ്വസിച്ചാൽ തന്നെ, കണക്കിലെടുത്താൽ തന്നെ മിനിമം 1700 BC അല്ലെങ്കിൽ 1000 BC മുമ്പുള്ളതാണ്. 1000 BC മുമ്പുള്ളതാണ് നമ്മുടെ വേദാംഗ ജ്യോതിഷവും ശുൽഭസൂത്രാസും ഒക്കെ സിദ്ധാന്തങ്ങളും ഒക്കെ.
ഏറ്റവും കൂടുതൽ നമുക്ക് മറ്റ് ആൻഷ്യന്റ് സയന്റിസ്റ്റ് നമ്മൾ വിശ്വസിക്കുന്നത് ഗ്രീക്ക് എന്നുള്ള സയന്റിസ്റ്റാണ്. ബാബിലോണിയൻസ് അല്ലെങ്കിൽ അരിസ്റ്റോട്ടിൽ, ആർക്കിമിഡീസ്, പൈതഗോറസ്, അവരുടെയൊക്കെ സമയം ഏകദേശം 500 BC, 500 BC, 300 BC. മീൻസ് നമ്മൾ വേദിക് പീരീഡ് കഴിഞ്ഞിട്ട് മിനിമം ഒരു 500 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവരുടെയൊക്കെ കാലഘട്ടം. പിന്നെ ആര്യഭട്ട 500 AD ആര്യഭട്ട, വരാഹമിഹിര 550 AD, ബ്രഹ്മഗുപ്ത 628 AD, ഭാസ്കര 1 630 AD, പിന്നെ ഭാസ്കര 2 1150 AD. പിന്നെ കേരള സ്കൂൾ എന്നുള്ളവർ മാധവ ആചാര്യ ഏകദേശം 1200 AD ആ സമയം, പരമേശ്വര 1400 AD, നീലകണ്ഠ സ്വാമിയാജി 1500 AD, ജ്യേഷ്ഠദേവ 1530, പിന്നെ അച്യുത പിഷാരടി 1575 AD. അപ്പോൾ ഒരു ഭാസ്കരാചാര്യർക്ക് ശേഷം അല്ലെങ്കിൽ ബ്രഹ്മഗുപ്തന് ശേഷം ഒരു 500 വർഷങ്ങൾക്ക് ശേഷമാണ് കേരള സ്കൂളിൻ്റെ കോൺട്രിബ്യൂഷൻസ് രൂപത്തിൽ വരുന്നത്. അപ്പോൾ കേരള സ്കൂൾ അത് ലോകത്തിലെ എല്ലായിടത്തും കേരള സ്കൂൾ എന്ന് പറഞ്ഞിട്ട് വളരെ ബൃഹത്തായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യപ്പെടുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് മാധവാസിൻ്റെ ഇൻഫിനിറ്റ് സീരീസൊക്കെ അല്ലെങ്കിൽ പൈക്കുള്ള വാല്യൂസും ഒരു എനോർമസ് കോൺട്രിബ്യൂഷനാണ്. എല്ലാ ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾക്കും പുതിയ നൂതന സംരംഭങ്ങൾക്കും ബേസാണ് ഈ സീരീസ്. അപ്പോൾ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ആസ്ട്രോണോമി എന്നാണ് അത് ലോക ഗ്രന്ഥങ്ങളിൽ അറിയപ്പെടുന്നത്. ലോക ലിറ്ററേച്ചറിൽ അത് അറിയപ്പെടുന്നത് അങ്ങനെയാണ്, കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ആസ്ട്രോണോമി. അതിൽ തന്നെ ഗവേഷണം ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് വേദാന്തത്തിന് ആധാരമായിട്ടുള്ള ഒരുപാട് സൂത്രങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനും പിന്നെയും പുറത്ത് കൊണ്ടുവരാനും സാധിക്കും. ഇനിയും എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്, ഞാനെല്ലാം കമ്പയർ ചെയ്ത് വെച്ചത്, പക്ഷേ ഇറ്റ് ഈസ് അൺഎൻഡിങ്. അപ്പോൾ തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ ഒരു സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ശരിയിൽ നിന്നും കൂടുതൽ ശരിയിലേക്കുള്ള വളർച്ചയാണ്. ശാസ്ത്രത്തിൻ്റെ ഒരു മനോഹാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ തന്നെ എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു പേപ്പർ പബ്ലിഷ് ചെയ്തു, അത് പിയർ റിവ്യൂ ചെയ്ത് ഇന്റർനാഷണൽ ജേർണൽ പബ്ലിഷ് ചെയ്തു. അതിനുശേഷം എനിക്കെന്നെ മനസ്സിലായി അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് എറാറ്റം എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി പബ്ലിഷ് ചെയ്തു. അതിന് എറാറ്റം എന്നാണ് നമ്മൾ വിളിക്കുക. അടുത്ത ഇഷ്യൂല് ജേർണലിൻ്റെ ഇഷ്യൂല് എറാറ്റം ടു ദാറ്റ് ജേർണൽ എന്ന് പറഞ്ഞിട്ട് അതിലൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അത് കറക്റ്റ് ചെയ്തു. കാരണം അത് നമ്മൾ സയൻറ്റിഫിക് ആയിട്ടുള്ള അപ്രോച്ചിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അതിനെ തിരുത്തുക. അപ്പോൾ നമ്മൾ തന്നെ ഞാൻ 2010 ചെയ്ത വർക്കിനെ ഇപ്പോൾ 2020 ഞാൻ 2010 ചെയ്ത വർക്കുകളൊക്കെ എൻ്റെ ലിമിറ്റേഷൻസ് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ 2020 പുതിയ വർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മോഡേൺ സയൻസിൽ ഫോളോ ചെയ്യുന്ന അപ്രോച്ച്. അപ്പോൾ നമ്മുടെ ആ അപ്രോച്ച് നമുക്ക് ശരിക്കും കിട്ടിയത് ഇന്ത്യൻ അപ്രോച്ചാണ്. ശരിക്കും ഭാരതീയ ഇന്ത്യൻ അപ്രോച്ച് ടു സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് മനസ്സിലാവും. വരാഹമിഹിരൻ തന്നെ പുതിയ കൺസെപ്റ്റ് മുമ്പുള്ള പല കൃതികളിൽ നിന്നും സത്ത് എടുത്തിട്ട് അതിലുള്ള അതിൻ്റെ പരിമിതികളെ ഓവർകം ചെയ്തുകൊണ്ട് പുതിയ സൂത്രങ്ങൾ പ്രസന്റ് ചെയ്തു. അപ്പോൾ ആ ശാസ്ത്ര പാരമ്പര്യം നമുക്കുണ്ട്. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് ഇനിയും ഒരുപാട് സംഭാവനകൾ ശാസ്ത്രത്തിന് നൽകാൻ നമ്മുടെ ഭാരതീയർക്ക് സാധിക്കട്ടെ. അതിൽ കേരള ജ്യോതിഷ പരിഷത്തിൻ്റെ സംരംഭങ്ങളെയും അതിനോട് ചേർന്നുള്ള പ്രവർത്തനങ്ങളെയും ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഒന്നുകൂടി നന്ദി. നമസ്കാരം. താങ്ക് യു.